ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ഈ മഹത്തായ ശുശ്രൂഷയുടെ 43-ാം ദിവസത്തിൽ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 42 ദിവസങ്ങളിലൂടെ ദൈവം അനേക കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ അനേകർ പങ്കുവെക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിലൊക്കെ അനേകർ പറയുകയായിരുന്നു, ഞങ്ങൾ 9 മണിയാകുവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. എത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മക്കളിൽ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അവരങ്ങനെ കാത്തിരിക്കാൻ തയ്യാറാകുന്നത്. ഇന്ന് ഈ 43-ാം ദിവസം സ്വർഗമിറങ്ങി വന്ന് എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും 5 വൻകരകളിലായി TV ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സകല മക്കളെയും അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. വിശ്വസ്തതയുടെ അഭിഷേകം എല്ലാ മക്കളിലേക്കും ചൊരിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, സാധിക്കുന്നവര്, ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്നവര് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, സ്വർഗമേ നീ ഇടപെടണമേ, ഒരു വലിയ അഭിഷേകത്തോടെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പറഞ്ഞ് നമുക്ക് സ്തുതിക്കാൻ പ്രിയപ്പെട്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ, സ്വർഗം തുറക്കണമേ, അഗ്നിജ്വാല പോലെ ഈ കൂട്ടായ്മകളിലേക്ക്, ഭവനങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. അനേക കോൺവെന്റുകളിൽ അനേക സമർപ്പിതര് നിന്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു. അനേക വൈദികര് നിന്റെ സ്പർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സ്പർശിക്കണമേ കർത്താവേ, ലോകത്തെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പെന്തക്കുസ്താ, പെന്തക്കുസ്താ, വരവായി പുതു പെന്തക്കുസ്താ സംഭവിക്കട്ടെ. പെന്തക്കുസ്താ, പെന്തക്കുസ്താ, നൽകണമേ വീണ്ടും പെന്തക്കുസ്താ, 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 വരവായി പുതു പെന്തക്കുസ്താ, 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 നൽകണമേ വീണ്ടും പെന്തക്കുസ്താ. വലിയ ദാഹത്തോടെ തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ, സ്വർഗം തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. ആർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കുസ്താ. ജീവിതങ്ങളിലേക്ക് ആർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കുസ്താ. നീടണമേ, ആത്മനെ അയച്ചിടണമേ, മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ തുറന്നിടണമേ, ആത്മനെ അയച്ചിടണമേ. ആർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കുസ്താ. ആർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും. ഒറ്റ വിളി ആത്മാവേ, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ സമയത്ത് ഇറങ്ങി വരുന്നു. അനേക ജീവിതങ്ങളെ അഭിഷേകം ചെയ്യുന്നു, വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഈ മണിക്കൂറുകളെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ, സ്വർഗം മുഴുവൻ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കടകളിൽ, ഒരുപക്ഷെ വാഹനങ്ങളിലൊക്കെ ഇരുന്ന് ഇതിൽ പങ്കെടുക്കുന്ന മക്കൾ, നിന്റെ വാഹനത്തിനുള്ളിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ സാന്നിധ്യമായി കടന്നു വരുന്നു. അനേക കോൺവെന്റുകളിൽ, ഹോസ്പിറ്റലുകളിൽ,
അനേക മക്കൾ ഈ സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ അരികിലേക്ക് സ്വർഗത്തിൻ്റെ സ്നേഹം, സ്വർഗത്തിൻ്റെ സമാധാനം കടന്നു വരികയാണ്. അമ്മ മാതാവേ, അമ്മ പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അടുത്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങള് എല്ലാവരും ഒന്ന് കരം കൂപ്പി മുഖത്ത് നോക്കി ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സ്തുതി ആശംസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 43-ാം ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് അവിശ്വസ്തരായ ആത്മാക്കളെ കുറിച്ചാണ്. തെസ്സലോനിക്യ ലേഖനത്തിൽ 1 തെസ്സലോനിക്യ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അതുകൊണ്ട് അതനുസരിച്ച് അവിടുന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, വിളിക്കുന്നവൻ വിശ്വസ്തനായതുകൊണ്ട് അവൻ വിശ്വസ്തയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം അവിശ്വസ്തരായ ആത്മാക്കൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? അവൻ വിശ്വസ്തനാണ്. ഈ വിശ്വസ്തത നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ പരിചയങ്ങളിൽ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ അനേക മക്കള് വിശ്വസ്തതയില്ലാതെ ജീവിക്കുന്നവരെ കണ്ട് നമ്മൾ കരയാറുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അത്ഭുത കരം അങ്ങനെയുള്ള മക്കളെ തൊടുന്ന രാത്രിയായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. എത്ര മനോഹരമായൊരു വചനമാണ്. ഈശോ എന്താ പഠിപ്പിക്കുന്നതെന്നറിയാമോ? ചെറിയ കാര്യങ്ങളിലെ അവിശ്വസ്തത അത് വലിയ അവിശ്വസ്തതയാണെന്നാ, വലിയ അവിശ്വസ്തതയാണ്. പക്ഷേ നമ്മളൊക്കെ ചിലപ്പോൾ ചില സംഭവങ്ങൾ നമ്മളെങ്ങനെ ചിന്തിക്കും, സാരമില്ലെന്നേ, പ്രശ്നമില്ലെന്നേ, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് അവഗണിച്ച് കളയുന്ന ചില മേഖലകളുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപകൾ ചോർത്തിക്കളയുന്ന മേഖലകളത്. നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിലെ 45 മുതലുള്ള വചനഭാഗങ്ങളിലൂടെയാണ്. അവിടെ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന വാഗ്ദാനത്തിൻ്റെ നാടായ കാനാൻ നാട്ടിലേക്ക് ദൈവജനത്തെ നയിക്കാൻ ദൈവം വിളിച്ച് വേർതിരിച്ച മോശ നീണ്ട വർഷങ്ങൾ അധ്വാനിച്ച് വേദന അനുഭവിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് അനേകരുടെ നിന്ദനവും പരിഹാസവും ഒക്കെ അപമാനവും ഒക്കെ ഏറ്റുവാങ്ങി ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി അവനങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അവനൊരു സ്വപ്നമുണ്ട്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കാനാൻ ദേശം, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം, ആ വലിയ സ്വപ്നത്തോടെ മുമ്പോട്ട് പോകുന്ന സമയം, പ്രിയപ്പെട്ടവരെ, കാനാൻ ദേശത്തിനടുത്തെത്തി. 1-2 ദിവസമല്ലെന്ന് ഓർക്കണം, എത്രയോ വർഷങ്ങൾ, 40-ലേറെ വർഷങ്ങളുടെ ദുരന്തങ്ങളും ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ച് ഇതാ തൊട്ടടുത്ത് കാനാൻ ദേശത്തിൻ്റെ അടുത്തെത്തുന്നു. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ ആ കാണുന്ന മലയിലേക്ക് കയറി വരിക. മോശ തൊട്ടടുത്ത് കണ്ട നെബോ മലയിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ ദൈവം മോശയോട് പറയുന്ന സംഭവമാണ് നമ്മൾ ഈ 45-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. അവിടെ മോശ ജനത്തെ ഒരുമിച്ച് കൂട്ടി പറയുന്ന മോശയുടെ അന്ത്യോപദേശമെന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. മോശയുടെ അന്തിമ ഉപദേശമാണ്. ജനത്തിന് കൊടുക്കുന്ന അന്തിമ ഉപദേശത്തിൽ മോശ പറയുന്നത് എന്താണെന്നറിയാമോ? മക്കളെ,
നമ്മൾ ഈ നീണ്ട യാത്രയൊക്കെ നടത്തി നമ്മളിതാ കാനാൻ ദേശത്തിൻ്റെ അടുത്തെത്തി. ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞെന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് അനുഗ്രഹമുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച, ഞാനെന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമല്ല, ഇത് നിസ്സാരമല്ല, ഇത് ജീവന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ ജീവനാണിത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മോശ വേദനിപ്പിക്കുന്ന, ചങ്ക് പൊടിയുന്ന ഒരു വാർത്ത പറയാൻ പോവുക. എന്താണെന്നറിയാമോ? എൻ്റെ സഹോദരനായ അഹറോൻ തൊട്ടടുത്തൊരു മലയിൽ വെച്ച് മരിച്ച് അവൻ പൂർവികരോട് ചേർന്നു. ദൈവം എന്നോട് പറഞ്ഞു, മോശേ, ഈ മലയിൽ നീ മരിക്കുക. നമുക്കത് വായിക്കാം. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ സഹോദരൻ അഹരോൻ ഹോർമലയിൽ വെച്ച് മരിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. എത്ര വേദനിപ്പിക്കുന്ന അനുഭവം പ്രിയപ്പെട്ടവരെ അത്. അതിൻ്റെ കാരണം എന്താ? വായിക്കു പ്രിയപ്പെട്ടവരെ. ദൈവം പറയുക, എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന് മുൻപിൽ വച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി. ദൈവം പറയുക, മോശേ, നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി, എൻ്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. അതാണ് കാരണം ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ചങ്ക് പിടഞ്ഞ് അവിടെ വീണ് മരിച്ചേനെ. ഇത്രയും വർഷത്തെ നീണ്ട പ്രതീക്ഷകളുടെ എല്ലാം, സ്വപ്നങ്ങളുടെ എല്ലാം അസ്തമനം. ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. മോശയോട് ദൈവം പറയുകയാണ്, നീ കാനാൻ ദേശത്തിൽ കാലുകുത്തത്തില്ല. നീ ഒന്ന് കണ്ടോ, നിനക്കതിന് മാത്രം അവസരം തരാം. നീ എവിടെ കാലുകുത്തില്ല. എന്താ കാരണം വേറൊന്നുമല്ല, നീ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചില്ല, നീ അവിശ്വസ്തയോടെ പെരുമാറി. അതിൻ്റെ സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയാമത്. ദൈവം ജനവുമായി ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വെള്ളം കിട്ടാതെ വന്നു. സംഖ്യാപുസ്തകത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം മോശയോട് പറഞ്ഞു, സംഖ്യാപുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക, നീയും നിന്റെ സഹോദരൻ അഹരോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവം മോശ പെട്ടെന്ന് വടിയുമൊക്കെ ആയിട്ട് അവിടെ ചെന്നിട്ട് ആ പാറയുടെ അടുത്തും കൂടി ചെന്ന് നിന്നിട്ട് എന്താ ചെയ്തത്? സംഖ്യാപുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം, സംഖ്യ 20-ന്റെ 11 അവിടെ നമ്മളിങ്ങനെ വായിക്കും, മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടി കൊണ്ടടിച്ചു, ധാരാളം ജലം പ്രവഹിച്ചു, മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. പ്രിയപ്പെട്ടവരെ, സംഭവം ഇതാണ്. സംഭവം ഞാൻ വിശദീകരിക്കാം. പ്രിയപ്പെട്ടവരെ, മോശയോട് ദൈവം പറഞ്ഞു, നീ ആ പാറയോട് ആജ്ഞാപിക്കുക. മോശ എന്താ ചെയ്ത്? ആ പാറയിൽ വടി കൊണ്ടടിച്ചു. മോശ തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും, ഇതേപോലൊരു സംഭവം അന്നുണ്ടായി. ജനത്തിന് വെള്ളം കിട്ടാതെ, ജലം കിട്ടാതെ വേദനിച്ച് അവർ മോശയുടെ മുമ്പിൽ വന്ന് നിലവിളിച്ചു പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് അന്ന് പറഞ്ഞു, നീ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീ ആ പാറയിൽ അടിക്കുക. മോശ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, ജനം കുടിച്ചു, മൃഗങ്ങൾ കുടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം നിങ്ങൾ, അവിടെ വെച്ച് ദൈവം അടിക്കാൻ പറഞ്ഞു, അടിച്ചു, വെള്ളം പുറപ്പെട്ടതാ. അതേ പ്രോസസ്സാണ് മോശ ഇവിടെ ചെയ്തത്. അതേ പ്രോസസ്സ്. മോശ വടിയെടുത്ത് പാറയിൽ അടിച്ചു, വെള്ളം പുറപ്പെട്ടു. വെള്ളം പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങളും മൃഗങ്ങളും ഒക്കെ അത് കുടിക്കുകയും ചെയ്തു, ഒക്കെ സംഭവിച്ചു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം എന്നറിയാമോ? ആദ്യത്തെ പ്രാവശ്യം ദൈവം പറഞ്ഞു വടി കൊണ്ട് അടിക്കാൻ.
ഇവിടെ ദൈവം അടിക്കാനല്ല പറഞ്ഞത്, ആജ്ഞാപിക്കാനാണ് പറഞ്ഞത്. നോക്കേ, ഒരു നിസ്സാര സംഭവം എന്ന് തോന്നും നമുക്ക്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമെന്ന് തോന്നുന്ന ഈ ഒരൊറ്റ സംഭവത്തിലൂടെ മോശയ്ക്ക് കാനാൻ ദേശത്ത് കാലുകുത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു. എന്താ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ നിസ്സാരമെന്ന് ചിന്തിക്കുന്ന ചില മേഖലകൾ നമുക്ക് സ്വർഗത്തെ നഷ്ടപ്പെടുത്തി കളയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷിയാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എഫേസ്യസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേർന്ന ജീവിതം നയിക്കാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് അനേക മക്കൾ പാപം ചെയ്തിട്ട് പറയും, സാരമില്ലെന്നേ, പ്രശ്നമില്ലെന്നേ, ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്നേ. അങ്ങനെ അവിശ്വസ്തതയിലൂടെ സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിൻ്റെ അവകാശികളായി ജീവിക്കുക. പിശാച് ഈ അവിശ്വസ്തതയുടെ മേഖലയിലൂടെ അനേകരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ആദിമ സഭയെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ. ആദിമ സഭ 1, 2, 3, 4 നൂറ്റാണ്ടുകൾ പഠിക്കുമ്പോൾ അന്ന് എത്രയോ മനുഷ്യരാണ് സിംഹത്തിൻ്റെ മുമ്പിൽ എറിയപ്പെട്ട് പിച്ച് ചിന്തപ്പെട്ട് മരിച്ചുപോയത്. റോമാ പട്ടണത്തിൻ്റെ തെരുവീതികളിൽ, വലിയ കൽ കുരിശുകളിൽ, അല്ലെങ്കിൽ കൽത്തൂണുകളിൽ ജീവനോടെ കെട്ടപ്പെട്ട് ചുട്ടെരിയപ്പെട്ട ജീവിതങ്ങൾ, വാളുകൊണ്ട് തല മുറിക്കപ്പെട്ടവർ, കുന്തം കൊണ്ട് കുത്തി കൊല ചെയ്യപ്പെട്ടവർ, എന്തുമാത്രം പീഡനങ്ങളിലൂടെ കടന്നുപോയി. എന്തിനാണെന്നറിയാമോ? അവർ ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ്. യേശുവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ കാലഘട്ടത്തിലേക്ക് വാ പ്രിയപ്പെട്ടവരെ, സിറിയയിലും ബാഗ്ദാദിലും ഇറാഖിലുമൊക്കെ ആയിരക്കണക്കിന് ക്രൈസ്തവരെ, വിശ്വാസികളെ IS ഭീകരര് അതിഭീകരമായി കൊന്ന സംഭവങ്ങൾ നിങ്ങളൊക്കെ കണ്ടു കാണും. അന്ന് ആ കാലഘട്ടത്തിൽ TV-യിലൊക്കെ കടൽ തീരത്ത് 20 ചെറുപ്പക്കാരെ ചുമന്ന വസ്ത്രം ധരിപ്പിച്ച് കൈകൾ പിറകിലേക്ക് കെട്ടി വരിവരിയായി കൊണ്ടുവന്ന് അവിടെ നിർത്തി. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചൊരു സംഭവം പറയുന്നുണ്ട്. അവർ 20 പേരെ പിടിച്ചവിടെ നിർത്തിയിട്ട് ഓരോരുത്തരോട് ചോദിച്ചു, യേശുവിനെ ഉപേക്ഷിക്കാമോ? ആദ്യത്തവൻ പറഞ്ഞു, പറ്റില്ല, നിന്നെ കൊന്നു. അവനെ മാറ്റി നിർത്തി, ചുവന്ന വസ്ത്രം ധരിപ്പിച്ച് കൈകൾ പിറകിൽ കെട്ടി അവനെ കൊല്ലാൻ മാറ്റി നിർത്തി. രണ്ടാമനെ പിടിച്ച് ചോദിച്ചു, യേശുവിനെ ഉപേക്ഷിക്കുമോ? അവൻ പറഞ്ഞു, ഉപേക്ഷിക്കില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ 19 പേരോടും ചോദിച്ചു. 19 പേരും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. അവസാനത്തവനോട് ചോദിച്ചു, യേശുവിനെ ഉപേക്ഷിക്കുമോ? അവൻ ചോദിച്ചു, ഹു ഈസ് ജീസസ്? ഐ ഡോണ്ട് നോ ഹു ഈസ് ജീസസ്. എനിക്ക് യേശുവിനെ അറിയില്ല. ആരാണ് യേശു എന്ന് പറയുന്നത്? അപ്പോൾ അവർ ചോദിച്ചു, അപ്പം നീ ക്രിസ്ത്യാനിയല്ലേ? ഞാൻ ക്രിസ്ത്യാനിയല്ല. അപ്പോൾ പിന്നെ നിന്നെ കൊല്ലേണ്ട ആവശ്യമില്ല. അവനെ അങ്ങോട്ട് മാറ്റി നിർത്തിയപ്പോൾ അവൻ പറഞ്ഞു, നിൽക്കൂ, എനിക്കൊന്ന് പറയാനുണ്ട്. ഈ 19 പേരും യേശുവിനെ ഉപേക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, യേശുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കില്ലെന്ന് ഇത്ര ചങ്കൂറ്റത്തോടെ പറയണമെങ്കിൽ യേശു എന്ന് പറയുന്നവൻ അവൻ സാധാരണക്കാരനല്ല. എനിക്കവനെ അറിയില്ല. പക്ഷെ ഇവിടെ വെച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ കേട്ടിട്ടില്ലാത്ത, ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഈ 19 പേരുടെ യേശുവിനെ ഞാൻ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 19 പേരുടെ കൂട്ടത്തിൽ അവനും നിന്നുകൊടുത്തു കൊല ചെയ്യപ്പെടാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അവൻ സാക്ഷ്യം വഹിക്കാൻ തയ്യാറായി. അവൻ്റെ തലയർത്ത് കൊല്ലുമ്പോ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മാത്രമല്ല, പരിശുദ്ധ പിതാവും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ആ രക്തസാക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ശുദ്ധീകരണ സ്ഥലമില്ല, അവർ ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ് പോകുന്നത്. എത്ര വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുന്ന മക്കൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അപ്പോൾ അതിനപ്പുറത്തൊരു ദൂത് ദൈവം നമുക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേർന്ന സാക്ഷ്യം വഹിക്കാത്തവർക്ക് സ്വർഗം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല,
നരകത്തിൻ്റെ അവകാശികളായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ വിശുദ്ധയായ മദർ തെരേസ ഒരിക്കൽ അമേരിക്കയിൽ ചെല്ലുന്ന സമയം, അന്ന് അമേരിക്കയുടെ പ്രത്യേകത അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളയാമെന്നുള്ള നിയമം പാസ്സാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അമേരിക്കൻ പാർലമെന്റിൽ മദർ തെരേസയെ സംസാരിക്കാൻ വേണ്ടി അവർ വിളിച്ചു. അമ്മ അമേരിക്കൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് BBC പോലുള്ള ലോകത്തിലെ വലിയ TV ചാനലുകാർ ഈ അമ്മയുടെ പ്രസംഗം സംപ്രേഷണം ചെയ്യാൻ വേണ്ടി, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവർ ക്യാമറകൾ സെറ്റ് ചെയ്ത് വെച്ചു. ലോകം ഉറ്റുനോക്കുകയാ. അമേരിക്ക എന്ന് പറയുന്നത് ലോക പോലീസാ. അവരുടെ മുമ്പിൽ അധികം ആർക്കും വിളയാൻ പറ്റത്തില്ല. അവരെ ഭയന്നാണ് ലോകം ജീവിക്കുന്നത്. ഈ അമ്മ അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ചിലപ്പം മിണ്ടാതെ പോവും, ഭ്രൂണഹത്യയെക്കുറിച്ച് മിണ്ടാതെ പോവും. പക്ഷേ സംഭവം നേരെ തിരിഞ്ഞു. അമേരിക്കൻ പാർലമെന്റിന്റെ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആ പാർലമെന്റിൽ ഇരിപ്പുണ്ട്. മദർ തെരേസ, വിശുദ്ധയായ മദർ തെരേസ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ക്ലിന്റൺ, യു ആർ റോങ്. നിങ്ങൾക്ക് തെറ്റുപറ്റി. അമ്മമാരുടെ ഉദരം പറുദീസായാണ്. അവിടെ ജനിക്കുന്ന കുഞ്ഞ് അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ കൊല്ലാനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ ആത്മശോധന ചെയ്യണം. ഒന്നുകൂടെ തീരുമാനിക്കണം. ഈ നിയമം തെറ്റാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ പാർലമെന്റ് നിശബ്ദമായി. ഒരൊറ്റ ഒരാൾ സംസാരിച്ചില്ലെന്ന ചരിത്രം പറയുന്നത്. എവിടെ നിന്ന് കിട്ടിയ ശക്തി? ആര് കൊടുത്തു ഈ ശക്തി? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മദർ തെരേസയിൽ അഭിഷേകത്തിൻ്റെ അഗ്നി ജ്വലിപ്പിച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ പാർലമെന്റിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദൂത് ഹൃദയം തുറന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ചു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ മദർ തെരേസ ഒരിക്കൽ കേരളത്തിൽ കോട്ടയത്ത് വന്നൊരു സംഭവം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ബാബു പോൾ പറഞ്ഞൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ കോട്ടയത്ത് വരുന്ന സമയം റോട്ടറി ക്ലബ്ബുകാർ കോട്ടയത്ത് അമ്മയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം പണിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ഇനാഗുറേഷനാണ്. അമ്മ ആ കെട്ടിടത്തിൽ ചെന്നു. അതിൻ്റെ ഓരോ മുറികളും അവരിങ്ങനെ അമ്മയെ കൊണ്ടുപോയപ്പോൾ ഓരോ മുറികളിലും അമ്മ ഇങ്ങനെ ഭിത്തിയിലേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, പ്രാർത്ഥനാ മുറിയില്ലേ? വേർ ഈസ് ചാപ്പൽ, പ്രയർ റൂം? അവർ അമ്മയെ ഒരു പ്രയർ ഹാളിലേക്ക് നയിച്ചു. അവിടെ ചെന്നു. അമ്മ ആ മുറിയിൽ 4 ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു, വേർ ഈസ് ഹോളി മേരി? വേർ ഈസ് മൈ ഹോളി മേരി? എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം പോലും ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. അവർ പറഞ്ഞു, അമ്മേ, ഈ റോട്ടറി ക്ലബ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സഭാംഗങ്ങൾ ചേർന്ന് നടത്തുന്നതാണ്. അതിൽ പരിശുദ്ധ മാതാവിനെ വണങ്ങാത്തവരുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും മാനിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കോംപ്രമൈസ് കാണിച്ചതാ. ഞങ്ങൾ ഇവിടെ പരിശുദ്ധ മാതാവിൻ്റെ ചിത്രം ഞങ്ങൾ വെച്ചിട്ടില്ല. മദർ തെരേസയുടെ മുഖഭാവം മാറി. ഡോക്ടർ ബാബു പോൾ പറഞ്ഞത് ഞാൻ കേട്ടത് ഇങ്ങനെയാ, അമ്മയുടെ മുഖഭാവം മാറി. മദർ തെരേസ അവരോട് പറഞ്ഞു, ആര് പണിയിച്ചു തന്നാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം നിങ്ങൾ തരുന്നതെങ്കിൽ, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തരികയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം ഇതിൽ വയ്ക്കണം, അല്ലെങ്കിൽ എനിക്കത് വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത്. മരണത്തിൻ്റെ മുമ്പിലും അപമാനത്തിൻ്റെ മുമ്പിലും നിന്ദനത്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗം നഷ്ടപ്പെടുക. ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ഇതുപോലെ അവിശ്വസ്തതയുടെ മേഖലയിലൂടെ കടന്നുപോയി സ്വർഗത്തിന് നഷ്ടപ്പെട്ട കോടിക്കണക്കിന് ആത്മാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവം ഇറങ്ങി വരണം, അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്പർശനം കൊടുക്കണം. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ഈ ശുശ്രൂഷയിലൂടെ ഇന്ന് അനേക ജീവിതങ്ങളെ ദൈവം തൊടുകയാ. 5 വൻകരകളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ പ്രാർത്ഥിച്ചാൽ ഞാൻ വിശ്വസിക്കും
ഇത് കണ്ണ് കാണാത്ത, ഇത് കേൾക്കാത്ത മക്കൾ പോലും ദൈവത്തിൻ്റെ സ്പർശനം ഇന്ന് അനുഭവിക്കും. വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിക്കാമോ? സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ. ആദിമ സഭയിലെ രക്തസാക്ഷികളെ, വിശുദ്ധരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ അവിടെ നയിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പിലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ കെട്ടപ്പെട്ടവനായി നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ, അവനെ ക്രൂശിക്കാൻ വേണ്ടി ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്ന ജനം, അവന് വേണ്ടി വാദിക്കാൻ ആരുമില്ല, അവന് വേണ്ടി വാദിക്കാൻ ആരുമില്ല. അവന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിച്ച് ഭക്ഷിച്ചവര്, അവനിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവര്, അവനെ കൊല്ലാൻ ആക്രോശിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരുമുണ്ട്. ചിലരൊക്കെ ആക്രോശിക്കുന്നു, ക്രൂശിക്കുക. ചിലരൊക്കെ ഭയന്നിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട്, ഭയന്നിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വിജാതീയ സ്ത്രീ പീലാത്തോസിന്റെ ഭാര്യ, അവൾ ഇടപെട്ടു. ഗവർണറായ പീലാത്തോസിനോട് പറഞ്ഞു, ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത്, അദ്ദേഹം നീതിമാനാണ്, എങ്ങനെങ്കിലും വിട്ടയക്കണം. നോക്ക് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു തകർക്കപ്പെടാൻ വേണ്ടി നിൽക്കുക. ആരാ അവനെ തകർക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നതെന്നറിയാമോ? അന്നത്തെ യേശുവിൻ്റെ സമൂഹത്തിലുള്ള പ്രധാന പുരോഹിതനും മറ്റു പുരോഹിതന്മാരും പ്രമാണികളും ഒക്കെയാ യേശുവിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നത്. 2021 യേശുക്രിസ്തുവിനെ കൊല്ലാൻ, യേശുക്രിസ്തുവിനെ പിച്ചു ചിന്താൻ, യേശുക്രിസ്തുവിനെ തകർക്കാൻ, യേശുക്രിസ്തുവിനെ അവഹേളിക്കാൻ ഇന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ മുറവിളി കൂട്ടുന്നത് ഞാൻ പറയട്ടെ, അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാ. ഈ ദിവസങ്ങളിൽ ഒത്തിരി വേദനയോടുകൂടിയ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസങ്ങളിൽ ഇന്നലെ ബോസ്കോ അച്ഛൻ പങ്കുവെച്ചു, ഈശോ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ പേരിലെ വിവാദം അതിങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഈശോ എന്നുള്ള ഒരു സിനിമയുടെ പ്രശ്നമല്ലത്. കഴിഞ്ഞ 10 വർഷക്കാലമായി എത്രയോ സിനിമകളാ പ്രിയപ്പെട്ടവരെ, എത്ര സിനിമകളാ ക്രൈസ്തവർ പൂജ്യമായി കരുതുന്ന വാക്കുകൾ എടുത്തുകൊണ്ട്, വിശുദ്ധ കൂദാശകളുടെ വാക്കുകൾ എടുത്തുകൊണ്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയാമോ? ഈ 10 വർഷമായി ഞങ്ങൾ ഇത്തരത്തിലുള്ള സിനിമ ഇറക്കിയിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പം എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്? ഞാൻ പറയട്ടെ, നമ്മൾ ക്രൈസ്തവരാ, നമ്മൾ ക്ഷമിക്കുന്നവരാ, നമ്മൾ സ്നേഹിക്കുന്നവരാ. നമ്മൾ ഈ 10 വർഷക്കാലവും നമ്മൾ ക്ഷമിച്ച്, നമ്മൾ മൗനം പാലിച്ച് നിശബ്ദതയിലൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ മൗനം, നമ്മുടെ നിശബ്ദത അത് ബലഹീനതയായി കരുതിയത് കൊണ്ട് ഇന്ന് നമുക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത്, നമുക്ക് ഇടപെടേണ്ടി വരുന്നത് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, എത്ര സിനിമകൾ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ TV ചാനലിൽ ഒരു ആങ്കർ പങ്കുവച്ച സംഭവം ഞാൻ കേട്ടത് എങ്ങനെയാ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു പുതിയ സർവകലാശാല തുടങ്ങിയ. അന്ന് കേരള സർവകലാശാലയുണ്ട്, കാലിക്കറ്റ് സർവകലാശാലയുണ്ട്. ഇവിടെ എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു പുതിയ സർവകലാശാല. ആ സർവകലാശാലയ്ക്ക് പേരിടാൻ തീരുമാനിച്ചു. പേര് വേറൊന്നുമല്ല, മഹാത്മാഗാന്ധി സർവകലാശാല. ആരാണ് ഈ മഹാത്മാഗാന്ധി? നമ്മുടെ രാഷ്ട്രപിതാവ്. നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അധ്വാനിച്ച, കഷ്ടപ്പാടുകൾ സഹിച്ച ആ മഹാ വ്യക്തിയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിടാൻ തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് ആൾക്കാർ വിവാദവുമായി പുറത്തു വന്നു. അവർ പറഞ്ഞ സംഭവം ഇതാണ്: ഈ പേര് നല്ല പേരാണ്, ഈ പേരിട്ടാൽ ഒരു പ്രശ്നമുണ്ട്. നാളെ സർവകലാശാലകളുടെ കലോത്സവങ്ങൾ നടക്കുമ്പോൾ ഈ സർവകലാശാലയിലെ കുട്ടികൾക്ക് സമ്മാനം കിട്ടാതെ വന്നാൽ മറ്റ് സർവകലാശാലയിലെ കുട്ടികൾ മുദ്രാവാക്യം വിളിക്കും, വിജയം ആഘോഷിച്ച് വിളിക്കും. എന്താ വിളിക്കുന്നത്? പൊട്ടിച്ചേ മഹാത്മാഗാന്ധിയെ പൊട്ടിച്ചേ. ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ആൾക്കാർക്ക് ബുദ്ധി ഉണർന്നു. പ്രിയപ്പെട്ടവരെ, ചർച്ചകളായി. അവസാനം തീരുമാനമെടുത്തു, സത്യമാണ് അവർ പറയുന്നത്, ഇതൊരു വലിയ അപകടത്തിലേക്ക് നയിക്കും, അതുകൊണ്ട് നമുക്ക് ആ പേര് വേണ്ട. എന്നാൽ മഹാത്മാഗാന്ധി ഉപേക്ഷിക്കാനും പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്തു? MG സർവകലാശാല എന്ന് പേരിട്ടു. ഞാൻ ചോദിക്കട്ടെ, മഹാത്മാഗാന്ധി ദൈവമൊന്നും അല്ലല്ലോ, ഒരു ഭാരതീയൻ, ഒരു നല്ല മനുഷ്യൻ,
നന്മകൾ ചെയ്ത് ജീവിച്ച മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരിനെ പോലും ഇത്രമാത്രം വിലമതിക്കുന്നെങ്കിൽ, ക്രൈസ്തവനെ നീ ഓർക്ക്, നിനക്ക് വേണ്ടി, നിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരമായി കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടി അടികളേറ്റ് ശരീരത്തിന്റെ മാംസങ്ങൾ ഇറന്നുപോയി, അസ്ഥികൾ പുറത്ത് കാണത്തക്ക വിധം വിരൂപനാക്കപ്പെട്ട്, തലയിൽ മുൾക്കിരീടം ധരിപ്പിക്കപ്പെട്ട്, ഭാരമുള്ള കുരിശ് തോളത്ത് ചുമന്ന് തോളുമൊത്ത് ഉരഞ്ഞു പൊട്ടി, കുരിശുമായി മറിഞ്ഞു വീണ്, മുഖമടിച്ച് വീണ്, മുഖം പൊട്ടി, കാൽവരിക്കുന്നിന്റെ നെറുകയില് ആ കുരിശിൽ അവനെ നഗ്നനാക്കി കിടത്തി, കൈകളിലും കാലുകളിലും ആണി അടിച്ചു തറച്ച് ആ കുരിശിൽ കിടന്ന് ഇഞ്ചിഞ്ചായി രക്തം വാർന്ന് പിടഞ്ഞു മരിച്ച, നിനക്ക് വേണ്ടി മരിച്ച നിന്റെ കർത്താവിന്റെ നാമത്തെ ഇതുപോലെ അവഹേളിക്കുമ്പോ, പരിഹസിക്കുമ്പോ, അവൻ സ്ഥാപിച്ച കൂദാശകളെ ഇതുപോലെ പരിഹസിക്കുമ്പോ നിന്റെ ഹൃദയത്തിന് വേദനയില്ലേ? അത് പറയാൻ കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാരണമുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു ശ്രേഷ്ഠാചാര്യൻ, ഒരു അകത്തോലിക്ക സഭയിലെ ഒരു മഹാപുരോഹിതൻ TV ചാനലിൽ വന്നിരുന്ന് പറയുക, ഈശോ എന്ന് പേരിടാം, ഒരു പ്രശ്നമില്ലെന്ന്. ചങ്ക് പിടഞ്ഞുപോയി, വേദന ഉണ്ടായിട്ടാ പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ആക്രോശിച്ച അന്നത്തെ പുരോഹിത വർഗത്തിൻ്റെ പ്രതിനിധി. എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം നമ്മൾ, എൻ്റെ കർത്താവിൻ്റെ വേദന എത്ര വലുതാണെന്ന്. എവിടെ ഈ അപകടമെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? 2 ദിവസം, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ, ആ വീട്ടിലിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒന്ന് കുമ്പസാരിക്കണം, ഈ ദിവസങ്ങളൊന്ന് കുമ്പസാരിക്കാനായിട്ട് പോകണം. ഞാനിത് പറഞ്ഞപ്പോൾ അവിടെ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്കൊക്കെ കുമ്പസാരിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്, കുമ്പസാരിക്കണം കേട്ടോ. പെട്ടെന്ന് +2 പഠിക്കുന്ന മകൻ അടുത്ത് നിൽക്കുന്നവൻ്റെ ചേച്ചിയോട് ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ പറഞ്ഞത്? അവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, എന്താ മോളെ, അവനെന്താ പറഞ്ഞത്? അവൻ ബ്രദറെ, വേറെ ഒന്നുമല്ല പറഞ്ഞത്. അവൻ പെട്ടെന്ന് ഏതോ ഒരു സിനിമയിൽ 2 കള്ളന്മാർ അച്ഛന്മാരുടെ ലോഹയിട്ട് കുമ്പസാരക്കൂട്ടിൽ കയറിയിരുന്ന് ഏതോ ഒരു സ്ത്രീയുടെ കുമ്പസാരം കേട്ട സംഭവം വന്നൊരു സിനിമ. എനിക്കറിയില്ല, ഞാൻ ആ സിനിമ കണ്ടില്ല. എന്നിട്ട് ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാ, അവൻ ആ സിനിമയുടെ പേര് പറഞ്ഞതാണെന്ന്. നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ ഇന്ന് കുമ്പസാരിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് അവരുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾ ഇതൊക്കെയാ. കുർബാന പുസ്തകം തുറന്നു വെച്ച് അപ്പവും വീഞ്ഞും കാർമികൻ ഒരുക്കുന്ന സമയമെന്ന് വായിക്കുമ്പോൾ അവൻ്റെ ചിന്തകൾ പോകുന്നത് അവൻ കണ്ട ആ സിനിമയിലേക്ക്. ചിന്തിക്കും നിങ്ങൾ, എവിടെയാ എത്തി നിൽക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ലോകത്തിൻ്റെ മുമ്പിൽ പങ്കുവെക്കാൻ വിളിക്കപ്പെട്ടവർ, ഓരോ വ്യക്തിയെയും ദൈവം വിളിച്ചത് അതിനാ. ഓരോ വ്യക്തിയും, ഏത് ജാതിയോ ഏത് മതമോ ഏത് വർഗമോ ആയിക്കൊള്ളട്ടെ, ഭൂമിയിൽ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ദൈവം ഒരു ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ട്, ഒരു ദൗത്യം കൊടുക്കുന്നുണ്ട്. അതാണ് എഫേസ്യർ 2:10 ഞാൻ പറഞ്ഞത്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. നാം ചെയ്യാൻ ദൈവം ഒരുക്കിയൊരു പദ്ധതിയുണ്ട്. നീ ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ നിന്നിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ കൃപയുള്ള വ്യക്തിയാണെങ്കിൽ ആ കൃപ ദൈവം തന്നതാ. അതെന്തിനാണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു ദൈവിക ചിന്ത പകർന്നു കൊടുക്കാനാ, അല്ലാതെ അവരെ നാശത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടല്ല. ദൈവം നിനക്ക് തന്നിരിക്കുന്ന കൃപ ഒരുപക്ഷെ ക്യാമറ ഉപയോഗിക്കാനായിരിക്കും. അതുകൊണ്ട് വൃത്തികെട്ട നഗ്ന ചിത്രങ്ങൾ പകർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ധാർമ്മികതയിലേക്ക്, വിശുദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാ. ഒരുപക്ഷെ ദൈവം നിനക്ക് തന്നിട്ടുള്ളത് പ്രസംഗിക്കാനുള്ള കഴിവായിരിക്കും. നീ പ്രസംഗിക്കണം. എന്താ? നിരീശ്വരവാദിത്വമല്ല, യുക്തിവാദമല്ല. ദൈവത്തെക്കുറിച്ച്, നന്മകളെക്കുറിച്ച്, കൃപകളെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച് ദൈവം നിനക്ക് തന്നിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത്. ഒരു നല്ല അപ്പനാണെങ്കിൽ, ഒരു നല്ല അമ്മയാണെങ്കിൽ, ഒരു സഹോദരനാണെങ്കിൽ, സഹോദരിയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ യേശു ക്രിസ്തുവിനെ കൊല്ലാൻ പിടിച്ചു കിട്ടി നിർത്തുമ്പോൾ അവിടെ ഒരു വിജാതീയ സ്ത്രീയാണ് വന്നത്. ഒരു വിജാതീയ സ്ത്രീ യേശുവിന് വേണ്ടി വാദിക്കാൻ ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടു. പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശു ക്രിസ്തുവിനെ അവഹേളിക്കുമ്പോൾ അനേക ക്രിസ്ത്യാനികൾ പോലും
മോശമായ കമൻ്റ് ഇട്ടുകൊണ്ട് ഇതാ യേശുവിനെ അവഹേളിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട വിജാതിയൻ, തുഷാർ വെള്ളാപ്പള്ളി എന്ന ഒരു സഹോദരൻ, അക്രൈസ്തവനാ, ഒരു പാവപ്പെട്ട ഒരു സിനിമാ സംവിധായകൻ വിനയൻ എന്ന് പറയുന്ന സാറ്, പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെയുള്ള സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു മജീഷ്യൻ സാറ്, നീ നോക്കിയേ പ്രിയപ്പെട്ടവരെ, വിജാതീയ മക്കള് കർത്താവിന് വേണ്ടി അവർ നിലകൊള്ളിയ ആ ഒരു ചിന്ത പോലും നിനക്കില്ലല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കാതെ നീ നിസ്സാരമെന്ന് കരുതി, സാരമില്ല, പലരും വിടുന്ന പേരല്ലേ, സാരമില്ലെന്നേ, പ്രശ്നമില്ലെന്നേ, ഇതൊക്കെ ഇങ്ങനെ പോകുമെന്നേന്ന് എന്നൊക്കെ പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരും പറഞ്ഞ് നീ ഇന്ന് കണ്ണടച്ച് കളഞ്ഞാൽ നാളെ അന്ത്യവിധിയുടെ സമയമുണ്ട്, ഒരന്ത്യവിധിയുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. എൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത വിധം, എൻ്റെ പരിശുദ്ധിയെ വെളിപ്പെടുത്താതെ നീ ജീവിച്ചത് കൊണ്ട് നിനക്ക് കാനാൻ ദേശം, നിനക്ക് സ്വർഗം നിനക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കണം. പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപൻ, ഭരണാധികാരി എന്താ ചെയ്തതെന്നറിയാമോ? യേശുവിനെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവനൊരു ചിന്ത മനസ്സിൽ, അധികാരസ്ഥാനം നഷ്ടപ്പെടും. നീ ഇന്നൊരു ഭരണാധികാരിയായി നീ ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചത് ദൈവമാണ് നിന്നെ വിളിച്ചത്. നീ ഭരണസിരാ കേന്ദ്രത്തിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ വിളിയാ. പ്രിയപ്പെട്ടവരെ, എസ്തേറിൻ്റെ പുസ്തകമുണ്ട് ബൈബിളിൽ. എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായി എന്ന് പറയുന്ന ഒരു യഹൂദൻ ആ നാട്ടിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകള് എസ്തേർ, സുന്ദരിയായ എസ്തേർ, രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ആ സമയത്താണ് യഹൂദന്മാരെ മുഴുവൻ കൊല്ലാൻ വേണ്ടി ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ പദ്ധതി ഒരുക്കി. ഇതറിഞ്ഞ മൊർദെഖായി തൻ്റെ മകളുടെ തുല്യത്തിലുള്ള എസ്തേറിനൊരു കത്ത് കൊടുത്തു വിട്ടു. അവൾ പറഞ്ഞു, അപ്പാ എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രാജാവ് വിളിക്കാതെ രാജാവിൻ്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു ചെന്നാൽ ഒരുപക്ഷെ രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ കൊല്ലാൻ കൽപ്പിക്കും, എൻ്റെ ജീവൻ അപകടത്തില്ല, നിരപരാധിയായ എന്നെ വെറുതെ വിട്ടേക്ക്. ഉടനെ മൊർദെഖായി ഒരു കത്ത് കൊടുത്തു വിട്ടു. ആ കത്ത് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ കത്തിൻ്റെ ഉള്ളടക്കം എന്നറിയാമോ? മൊർദെഖായി പറഞ്ഞു, എസ്തേർ, ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് മോചനവും ആശ്വാസവും വരും, പക്ഷേ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിന്നെ ഒരു ഭരണാധികാരിയായി അവരോധിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്നറിയാമോ? ദൈവജനത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാ. നീ ഇവിടെ മിണ്ടാതിരുന്നാൽ ഞാൻ പറയട്ടെ, ഈ കോലാഹലങ്ങളും ഈ വിവാദങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ട സമയത്തും കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ കത്തോലിക്കരായ മന്ത്രിമാരില്ലേ, കത്തോലിക്കരായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരില്ലേ? ഒരെണ്ണം വാ തുറന്നോ. എന്ത് സംഭവിച്ചു? അധികാരം നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, അധികാര കസേര ഉറപ്പിക്കാൻ ഇതാ പീലാത്തോസിനെ പോലെ ഇന്ന് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ഭരണാധികാരികൾ അവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ അവിശ്വസ്തത അവരുടെ ജീവിതം നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ടാൻസാനിയ എന്ന് പറയുന്ന ഒരു രാജ്യം, ടാൻസാനിയ ഇരുണ്ട ഭൂഖണ്ഡത്തിലെ ചെറിയ രാജ്യങ്ങളിലെ ഒന്നാണ് ടാൻസാനിയ എന്ന് പറയുന്നത്. ഈ ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യം ചെറിയൊരു രാജ്യമാണ്, ഇരുണ്ട നമ്മുടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ ഈ കഴിഞ്ഞ മാർച്ച് മാസം 21-ാം തീയതി അവിടുത്തെ ടാൻസാനിയൻ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: കോവിഡ് നമ്മുടെ രാജ്യത്തും വ്യാപിക്കുന്നു. സാമ്പത്തികമായും ആതുര ശുശ്രൂഷ മേഖലകളിലും മികച്ചു നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഈ രോഗത്തിൻ്റെ തീവ്രതയിൽ വിറങ്ങലിച്ച് നിസ്സഹായരായി നിൽക്കുമ്പോൾ നമുക്ക് ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ്? നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അദ്ദേഹം പറയുക, ദേവാലയങ്ങൾ അടച്ചുകൊണ്ട് തുറക്കാൻ നമുക്ക് ആശുപത്രികളില്ല. ആയതിനാൽ ദേവാലയങ്ങളും മറ്റെല്ലാ ആരാധനാലയങ്ങളും തുറന്നു തന്നെ കിടക്കട്ടെ. ദൈവം നമ്മളെ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, മാർച്ച് മാസം 19-ാം തീയതി ആദ്യത്തെ കോവിഡ് കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തു. ടാൻസാനിയയിൽ മാർച്ച് മാസം 19-ാം തീയതി. 21-ാം തീയതിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ? നമുക്ക് ആശുപത്രികളില്ല, നമുക്ക് മെഡിക്കൽ കോളേജുകളില്ല, അതുകൊണ്ട്
ദേവാലയങ്ങൾ അടച്ചുപൂട്ടി തുറക്കാൻ നമുക്ക് മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഇല്ല. നമുക്കതുകൊണ്ട് ദേവാലയങ്ങൾ തുറന്നിടാം, ആരാധനാലയങ്ങൾ തുറന്നിടാം. എന്നാൽ അദ്ദേഹം പറയുകയാണ്, ദൈവം നമ്മളെ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ടവർ, ദൈവം നമ്മളെ സുഖപ്പെടുത്തും. കുർബാന, ലോകം മുഴുവൻ കുർബാന മുടങ്ങിയ സമയത്തും ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ ജനങ്ങളുടെ തിരക്കിനെ ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് കൂട്ടായ്മകൾ തിരിച്ച് വിശ്വാസികളുടെ എണ്ണത്തിനനുസരിച്ച് ധാരാളം ബലികളർപ്പിക്കാൻ വൈദികർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. എന്താ സംഭവിച്ചെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ടാൻസാനിയ എന്ന സ്ഥലത്ത് ആ ദേവാലയങ്ങളിൽ കുർബാന മുടങ്ങിയില്ല. ഉത്ഭവവും സ്വഭാവവും ഒന്നും അറിയാതെ ലോകം മുഴുവൻ വൈറസിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നപ്പോൾ ഏപ്രിൽ മാസം 22, 23, 24 തീയതികളിൽ ആ പ്രസിഡന്റ് പ്രാർത്ഥനാ ദിനങ്ങളായി പ്രഖ്യാപിച്ചു. പിന്നീടുള്ള തൻ്റെ വാർത്താ സമ്മേളനങ്ങളിലെല്ലാം പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും മക്കളെ. അത്ഭുതമെന്ന് പറയട്ടെ, ജൂൺ മാസം 8-ാം തീയതി ടാൻസാനിയ എന്ന ആ ചെറിയ രാഷ്ട്രം കോവിഡ് ഫ്രീ സോണായി പ്രഖ്യാപിക്കപ്പെട്ടു. അവിടെയുള്ള സകല കോവിഡ് രോഗികളും സുഖപ്പെട്ടു. അവർ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ദൈവത്തിന് നന്ദി പറയാൻ ഒരുമിച്ച് കൂടി. വെറും 150 വർഷത്തെ മാത്രം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പാരമ്പര്യമുള്ള വിദ്യാഭ്യാസത്തിലും മറ്റ് മേഖലകളിലും പിറകിലാണെന്ന് നമ്മൾ പറയുന്ന കറുത്തവരായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കള് കോവിഡിനെ ചേർത്തു. എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥനയിലൂടെ. നമ്മുടെ ഭരണാധികാരികൾക്ക് ഈ ഒരു തിരിച്ചറിവ് കിട്ടണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നതെന്നറിയാമോ? നീതിമാൻ ഭരിക്കുമ്പോൾ ജനം സന്തോഷിക്കും, ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനം വിലപിക്കും. അതുകൊണ്ട് നമ്മളെ ഭരിക്കുന്നവർ നീതിമാന്മാരാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾ ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അവിശ്വസ്തതയുടെ കെട്ടുകൾ പൊട്ടിച്ച് അനേക ഭരണാധികാരികൾ ഈ കാലഘട്ടത്തിൽ ഉണരും. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേക നിറവോടുകൂടി അവരൊക്കെ തമ്പുരാന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാം, സാംസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവം വിളിച്ച് വേർതിരിച്ച് പരിശുദ്ധാത്മാവിലൂടെ നയിച്ച ഈ സാംസൺ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവൻ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ പ്രായമായി പക്വതയായപ്പോൾ അവൻ വീട്ടിൽ നിന്ന് അവൻ പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങി. ആ പോക്കിൽ അവൻ അനേക സ്ത്രീകളെ കണ്ട് മോഹിച്ച് അവരുമായി ജീവിച്ച് വേശ്യകളുമായി ജീവിച്ചു. അവസാനം ദലീല എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുടെ മടിയിൽ തലവെച്ച് അവൻ ഉറങ്ങാൻ തുടങ്ങി. അവൻ്റെ ശക്തി സ്രോതസ് തിരിച്ചറിഞ്ഞവൾ അവൻ്റെ മുടിയെല്ലാം മുറിച്ചു മാറ്റിച്ചു. അവന് ശക്തി നഷ്ടപ്പെട്ടു. നിയമാവർത്തന പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കർത്താവ് അവനെ വിട്ടുപോയി. നോക്ക്, അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ ഞാൻ സ്വതന്ത്രനാക്കും. കർത്താവ് അവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ, ഇന്ന് അനേക യുവതി യുവാക്കള്, ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ മക്കള്, അവരെന്താ സംഭവിച്ചെന്നറിയാമോ? അവരൊക്കെ മാതാപിതാക്കൾക്ക് മുമ്പിൽ അവിശ്വസ്തത, സഭയുടെ മുമ്പിൽ അവിശ്വസ്തത, ഇറങ്ങി നടക്കിയ തോന്നിയതുപോലെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച്, സഭ ഉപേക്ഷിച്ച്, കൂദാശകൾ വേണ്ടെന്ന് വെച്ച്, പ്രാർത്ഥന വേണ്ടെന്ന് വെച്ച്, അന്യജാതി മതസ്ഥരുടെ പിന്നാലെ ജീവിതത്തിൻ്റെ സുഖം തേടി നടക്കുന്ന അനേക യുവതി യുവാക്കള് ഈ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇന്ന് തകർന്ന ജീവിതങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണാം, പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നുണ്ട്, അവൻ അവരുടെ മുമ്പിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. ഇതാ വിജാതിയുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവിടെ അഭ്യാസ പ്രകടനം നടത്താൻ വേണ്ടി അവർ കൊണ്ടുപോയി. 2 കണ്ണുകളും കുത്തി തുറക്കപ്പെട്ട ഈ സാംസനെ, അന്ധനായ സാംസനെ കൊണ്ടുപോയി വിജാതീയ ക്ഷേത്രത്തിൽ. ഇതാ അവരുടെ ക്ഷേത്രത്തിൽ, അവരുടെ ഉത്സവത്തിൽ നൃത്തം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ഇന്ന് അനേക ചെറുപ്പക്കാർ, ഇന്ന് അനേക യുവതി യുവാക്കൾ ഇന്ന് തീവ്രവാദികളുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കാനുള്ള ഉപയോഗ വസ്തുക്കളായി മാറി ഇന്ന് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുക. മാതാപിതാക്കളുടെ മുമ്പിൽ അവിശ്വസ്തത കാണിക്കുന്ന മക്കളുടെ ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്ന ജീവിതങ്ങൾ. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണ്
വിവാഹിതയായ പെണ്ണ് ഒരു മനുഷ്യനുമായി ഇഷ്ടത്തിലായി. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? കാമുകനെ പറഞ്ഞു വിട്ടു. കാമുകനെ പറഞ്ഞു വിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് വീട്ടിലുണ്ട്, കൊന്നിട്ട് വരാൻ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. കാമുകൻ വീട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അവളുടെ കുഞ്ഞാ ഇറങ്ങി വന്നത്. അവൻ ആദ്യം കുഞ്ഞിനെ പൂശി. കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് ഓടി വന്ന ഭർത്താവിൻ്റെ അമ്മയെ കാമുകൻ കൊന്നു. ഈ നിലവിളി കേട്ട് ഓടി വന്ന ഭർത്താവിൻ്റെ അപ്പൻ പെട്ടെന്ന് അദ്ദേഹം മകൻ പുറത്തോട്ട് പോയിരിക്കുകയായിരുന്നു. അവനെ ഫോൺ ചെയ്ത് പറഞ്ഞു, എടാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വരല്ലേ, ഒരു അപകടം. ഈ ശബ്ദം കേട്ട് ഈ കാമുകൻ ഓടി വന്ന് ആ അപ്പനെ അടിച്ചു, അപ്പനെയും വെട്ടി. പ്രിയപ്പെട്ടവരെ, നോക്കേ, ഈ പാപത്തിൻ്റെ സുഖം തേടി നടന്ന, പാപത്തിൻ്റെ സുഖത്തിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി ഇറങ്ങി നടന്ന ആ പെണ്ണ് നട്ടക്കുളങ്ങര ജയിലിൽ കിടപ്പുണ്ട്. അങ്ങനെ എത്ര ജീവിതങ്ങൾ, കുടുംബജീവിതത്തിലെ ദാമ്പത്യ ബന്ധത്തിലെ അവിശ്വസ്തത, ദാമ്പത്യ ബന്ധത്തിലെ അവിശ്വസ്തത, ശുശ്രൂഷ മേഖലകളിൽ അവിശ്വസ്തതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ മേഖലകളിൽ ദൈവം വിളിച്ച് വേർതിരിച്ച ശുശ്രൂഷയുടെ മഹത്വം അറിയാതെ ഇന്ന് ശുശ്രൂഷ ജീവിതത്തെ ഇന്ന് പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ മോശയ്ക്ക് കാനാൻ ദേശം നഷ്ടപ്പെട്ടതുപോലെ സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയട്ടെ, മോശ നിസ്സാരക്കാരനല്ല. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ആ കാലഘട്ടത്തിൻ്റെ ദൈവജനത്തിൻ്റെ നേതാവായ മോശ, ആ മോശ പോലും ഒരവിശ്വാസത്തിൻ്റെ പേരിൽ അവന് കാനാൻ ദേശം നഷ്ടപ്പെട്ടപ്പോൾ, മാർപ്പാപ്പയാണെങ്കിലും കർദിനാളാണെങ്കിലും മെത്രാനാണെങ്കിലും വൈദികനാണെങ്കിലും സമർപ്പിതയാണെങ്കിലും അൽമായ ശുശ്രൂഷകരാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും അവിശ്വസ്തത നിൻ്റെ ജീവിതത്തിൽ സ്വർഗം നഷ്ടപ്പെടുത്തും. എന്നാൽ മോശയ്ക്കൊരു പ്രത്യേകതയുണ്ടായി. മോശ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ അവിശ്വസ്തതയെ ഓർത്ത് അവൻ അനുതപിച്ചു, അവൻ കരഞ്ഞു, അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. മോശ മരിച്ചു. നെബോ മലയിൽ വെച്ച് മോശ മരിച്ചു. എന്താ സംഭവിച്ചത്? ദൈവം മോശയെ കളഞ്ഞില്ല. മോശയുടെ അനുതാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകി ദൈവം അവൻ്റെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോശ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ദൈവം മിഖായേൽ മാലാഖയെ അയച്ചു മോശയുടെ ശരീരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ വരുമ്പോൾ കാണുന്നത് പിശാചും കൂട്ടരും മോശയുടെ ശരീരത്തിന് ചുറ്റും അവർ ബഹളം വെക്കുന്ന മോശയുടെ ശരീരത്തിന് നിൽക്കുന്ന പിശാചിനോട് മിഖായേൽ പറഞ്ഞു, മാറി നിൽക്ക്. യൂദാസിൻ്റെ ലേഖനത്തിൽ 9-ാം വാക്യത്തിൽ നമ്മളിത് കാണാൻ സാധിക്കും. മോശ സ്വർഗത്തിൽ പോയി. അതാണ് താബോർ മലയിൽ ഏലിയായോടൊപ്പം യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് മോശയെ ദൈവം അയച്ചത് മോശ സ്വർഗത്തിലെത്തിയെന്ന് അറിയിക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ അവിശ്വസ്തതയുടെ മേഖലയിലൂടെ തകർന്നു പോയ ആത്മാക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി. പ്രിയപ്പെട്ടവരെ, തുറന്നുള്ള നമ്മുടെ ശുശ്രൂഷകളിലൂടെ നമ്മൾ ഹൃദയം നുറങ്ങി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ ശുശ്രൂഷയുടെ മഹത്വം ലോകമെല്ലാം അറിയണം. ഇത് ദൈവം ഒരുക്കിയ ശുശ്രൂഷയെ പ്രിയപ്പെട്ടവരെ, ഇത് മാനുഷിക ബുദ്ധിയിൽ നിന്ന് വന്നതല്ല. നിങ്ങൾക്കറിയാമോ, ഈ 40 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. നമ്മുടെ പ്ലാനായിരുന്നു 40 ദിവസത്തെ ശുശ്രൂഷ. പക്ഷെ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്ലാൻ അതല്ല. അത് വീണ്ടും നീട്ടിക്കൊണ്ടു പോകാൻ കാരണമുണ്ട്. അനേക മക്കൾ, അനേക മാതാപിതാക്കൾ പറയുമായിരുന്നു, ഇത് അവസാനിക്കല്ലേ എന്ന്. അനേകരുടെ ഹൃദയത്തിൻ്റെ നിലവിളിയാ, കണ്ണുനീരാ. ഇത് വീണ്ടും ഇനി തുടർന്നുള്ള 12 ദിവസം കൂടി ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനേക വ്യക്തികൾക്ക് ഇപ്പോൾ ഈ DTH-ലൊന്നും ഇത് കിട്ടാതെ അവർ വിഷമിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പല എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ഇങ്ങനെയാണ്, വീട്ടിൽ മൊബൈൽ ഫോണുണ്ട്, 2-3 മക്കളുള്ള വീട്ടിൽ അവർ പഠിച്ച് 2-3 GB ഉള്ളത്. കുഞ്ഞുങ്ങൾ പഠിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് GB തീർന്നു പോയി, നെറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. ഈ DTH പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ ശുശ്രൂഷ, നമ്മുടെ ഈ മിനിസ്ട്രി, ഈ ഷെഖേന ശുശ്രൂഷ കിട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവം ഇടപെടും. പ്രിയപ്പെട്ടവരെ, ചെങ്കടലിനെ കീറിമുറിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമുക്ക് 2 കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി നമ്മുടെ ഷെഖേന ശുശ്രൂഷകളെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, ഈ 42 ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവരെ, വരുന്ന 12 ദിവസത്തിലേക്ക് അനേക മക്കളെ കർത്താവ് ഇത് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചങ്ക് തുറന്ന് സ്തുതിക്ക് പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് സ്തുതിക്കുക. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. ഈ മിനിസ്ട്രിയുടെ മേല് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകട്ടെ. അഭിഷേകത്തിന്റെ ശുശ്രൂഷകള് ഈ മിനിസ്ട്രിയിലൂടെ, ഈ ചാനലിലൂടെ ലോകത്തിൽ വർഷിക്കപ്പെടട്ടെ. അനേക ജീവിതങ്ങള് കർത്താവിന് വേണ്ടി നേടുവാനായി ദൈവമേ ഇതിനെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ
ഭക്തിയോടെ പ്രിയപ്പെട്ട കഞ്ചിക്കോട് നമ്മുടെ റാണി ചേച്ചിയിലൂടെ പരിശുദ്ധ അമ്മ നൽകുന്ന ആ സ്വർഗീയ സന്ദേശങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്കത് ശ്രവിക്കാം. ആമേൻ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ആവേ മരിയ. പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞു ഇന്നലെ, ഈ ലോകത്ത് ഏകരക്ഷകനെ കാണിച്ചു കൊടുക്കേണ്ട കാലം, സമയം അതിക്രമിച്ചു എന്ന്. ഈ ലോകം പാപത്തിൽ നിറയുന്നത് രക്ഷകനെ അറിയാത്തത് കൊണ്ടല്ലേ? രക്ഷകനെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുന്ന കുറേ മക്കളുടെ സാക്ഷ്യ ജീവിതങ്ങൾ ലോകത്തുണ്ടെങ്കിൽ പാപം അത് വന്ന വഴിയെ തിരിച്ചു പോകുമായിരുന്നു. അക്രമങ്ങൾ, തിന്മകൾ പെരുകില്ലായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഇനി അത് പറഞ്ഞിരുന്ന് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് അമ്മയുടെ വാക്കുകൾ ശ്രവിക്കാം. സ്നേഹം തന്നെയായി ഈശോ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ജീവിതം കൊണ്ട് ഏറ്റുപറഞ്ഞ ഈശോ. ദൈവം സ്നേഹമാണെന്ന് ഈ ലോകത്തോട് ദൈവത്തെ സ്നേഹിച്ച യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ദൈവം സ്നേഹമാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹം എന്ന് പറഞ്ഞ് ജീവിക്കുന്നതോടൊപ്പം സ്നേഹമായി തീരാനുള്ളൊരു വിളി കൂടെ നമ്മൾക്കില്ലേ? ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ലോകത്ത് മനുഷ്യനായി പിറന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ മനുഷ്യനായി തന്നെ പീഡകൾ സഹിച്ചിട്ട് ആ പരിഹാരം സ്വീകരിച്ചിട്ട് പിതാവിന് സമർപ്പിക്കാൻ ദൈവം തന്നെ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അത് എന്തൊരു വലിയ കാര്യമാണ് അല്ലേ? എന്നിട്ട് ആ ദൈവം കഥകൾ എഴുതി മനുഷ്യനെ വശീകരിച്ചില്ല, ലേഖനങ്ങൾ എഴുതി ആരെയും കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിച്ചില്ല. അവിടുന്ന് സ്നേഹമെന്നൊരു നിയമം ജീവിതത്തിൻ്റെ സ്വന്തമാക്കി അത് കാണിച്ചു കൊടുത്തു. ആ സ്നേഹം പൂർത്തീകരിക്കപ്പെടുന്നത് ബലിയാകുമ്പോഴാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി തന്നു. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചത് കൊണ്ട് മാത്രമായില്ല, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുമ്പോഴാണ് സ്നേഹം പൂർണ്ണമാകുന്നതെന്ന് അവിടുന്ന് മനസ്സിലാക്കി തന്നു. മനസ്സിലാക്കി പറഞ്ഞു തരികയല്ല ചെയ്തത്, ജീവിതത്തിൽ അത് കാണിച്ചു തന്നു. വാളുകൊണ്ട് വെട്ടിപ്പിടിച്ചിട്ട് യേശുക്രിസ്തു ഒരു ലോകം ഇവിടെ സ്ഥാപിച്ചെടുത്തില്ല. കാരണം ലോകത്തിൻ്റെ സൃഷ്ടാവാണ് അവിടുന്ന്. ലോകത്തിലുള്ള മക്കളെ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ചെടുത്തില്ല, അതിൻ്റെ ആവശ്യമില്ല കർത്താവിന്. വാളും തൂലികയുമില്ലാതെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം സൃഷ്ടിച്ചവനാണ് യേശുക്രിസ്തു. വാളും തൂലികയുമില്ലാതെ ഇന്ന് വാളുകൊണ്ട് വെട്ടിപ്പിടിക്കാനും തൂലികകൾ എഴുതി തൂലികാനാമത്തിൽ അറിയപ്പെടാനും തൂലിക വായിച്ച് മറ്റുള്ളവർ ആകർഷിക്കപ്പെട്ട് ചില വിശ്വാസത്തിലേക്ക് പോകാനൊക്കെ മക്കളെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് വാളോ തൂലികയോ ഇല്ലാതെ സ്നേഹത്തിൻ്റെ വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചു. അതാണ് വിശുദ്ധ കുർബാന. അത് അവിടുന്ന് തന്നെയാണ്. അതാണ് ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വിശുദ്ധ കുർബാനയാകുമ്പോഴാണ് സ്നേഹം പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് കാൽവരിയിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു. എല്ലാം അപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുക എന്ന് അവിടുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ എല്ലാം പൂർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞു. സഹനത്തിലൂടെ ആത്മാക്കളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ ഇന്ന് നമ്മളോട് പറയാണ്,
മക്കളെ, നിങ്ങളുടെ ഈ ലോകവാസം ശാശ്വതമാണെന്ന് കരുതേണ്ട. ഈ ലോകത്തിൻ്റെ, വിശിഷ്യ നിങ്ങളുടെ ദേശത്തിൻ്റെ ദുരവസ്ഥ എന്തുകൊണ്ടാണ് എന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അശുദ്ധ പാപത്തിൻ്റെ അടിമത്തം സ്വീകരിച്ച മനുഷ്യജീവിതം കൊണ്ട് നിറഞ്ഞ ലോകം വിസർജന കുഴിയേക്കാൾ നാറുന്നു. ഒരമ്മ മക്കളോട് പറയുക, മക്കളെ, നീ ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, കുഞ്ഞെ, നീ ഇപ്പം നിൽക്കുന്ന ഇടമുണ്ടല്ലോ, നിന്റെ വീട് നീ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നിന്റെ ദേശമുണ്ടല്ലോ, നിന്നെ ഉൾക്കൊള്ളുന്ന ഈ ലോകം, അതെങ്ങനെയാ? വിസർജന കുഴി. എന്താ? സെപ്റ്റിക് ടാങ്ക്. അതിനേക്കാൾ നാറുന്നു എന്നാണ് ദൈവമാതാവ് മക്കളെ നോക്കി പറയുന്നത്. ഈ ലോകത്തിലെ വാസം ശാശ്വതമാണെന്ന ധാരണയില് ഈ ലോകത്തിൽ കിട്ടാവുന്നതൊക്കെ സാംശീകരിച്ചെടുത്തുകൊണ്ട് സുഖത്തിലും പ്രതാപത്തിലും കഴിയാമെന്ന് നീ ചിന്തിക്കേണ്ട. അല്ലെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ നിന്റെ ജീവിതത്തിലെന്ന് നീ ചിന്തിച്ച് വിഷമിക്കേണ്ട. ഈ ലോകത്തിൻ്റെ, വിശിഷ്യ നിങ്ങളുടെ ദേശത്തിൻ്റെ ദുരവസ്ഥ, നമ്മുടെ ദേശം, നാം വസിക്കുന്ന ഇടത്തിൻ്റെ ദുരവസ്ഥ എന്തുകൊണ്ടാണെന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈശോയുടെ മക്കളെ, ഞാനും നിങ്ങളും വസിക്കുന്ന ഇടത്ത് അക്രമങ്ങൾ നടക്കുന്നെങ്കിൽ, പാപം വർദ്ധിക്കുന്നെങ്കിൽ, അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാക്കുറവില്ലേ? നമ്മുടെ നന്മയുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യക്കുറവില്ലേ? ഭയപ്പെട്ട് നന്മയായിട്ട് ജീവിക്കാതിരിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ നന്നായി ജീവിക്കുന്നുണ്ട് എന്ന് മാത്രം ആശ്വസിച്ചിരിക്കുന്നില്ലേ? ചെയ്യേണ്ട നന്മകൾ ചെയ്യാത്തതും പാപമല്ലേ? ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ലോകത്ത് കുറേ തിന്മകൾ വളരും. അതുകൊണ്ട് അമ്മ പറയാ, അശുദ്ധ പാപത്തിന്റെ അടിമത്തം സ്വീകരിച്ച മനുഷ്യ ജീവിതം കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുക. അശുദ്ധമായ പാപം, അശുദ്ധം. പാപം അശുദ്ധമാണ്, ശുദ്ധതയില്ലാത്തതാണ്, ശുദ്ധതയെ നഷ്ടപ്പെടുത്തുന്നതാണ്. ആ പാപത്തിൽ ജീവിക്കുന്ന മക്കളെ കൊണ്ട് നിറഞ്ഞ ലോകം വിസർജന കുഴിയേക്കാൾ നാറുന്നു. എന്തൊരു നാറ്റമായിരിക്കും അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ഒന്ന് തുറന്നാൽ എന്തൊരു നാറ്റം, അവിടെ നിൽക്കാൻ കഴിയില്ല അല്ലേ? അത് ക്ലീൻ ചെയ്യാൻ വരുന്നവരൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് തന്നെ അറിയാം. അപ്പം മാതാവ് ഈശോയെ എന്തുമാത്രം ദുർഗന്ധം ഈ ലോകത്ത് നിന്ന് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് അനുദപിച്ച് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. രക്തദാഹികളുടെ അഹങ്കാരത്തോടു കൂടെയുള്ള മുന്നേറ്റം മനുഷ്യജീവന്റെ വിലയും മഹത്വവും നഷ്ടപ്പെടുത്തുന്നു. മനുഷ്യന്റെ ജീവന്റെ വില, കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് മനുഷ്യരെന്ന് പ്രവാചകരിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിട്ട്, ആ കൃഷ്ണമണി പോലെയുള്ള മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് മരിച്ചതിൻ്റെ, രക്തം ചിന്തിയതിൻ്റെ, ബലിയെ നൽകിയതിൻ്റെയൊക്കെ വിലയാണ് ഓരോ മനുഷ്യ ജീവനും ജീവിതത്തിനുള്ളതെന്ന് മനസ്സിലാക്കാതെ, അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ, അഹങ്കാരത്തോടു കൂടി രക്തത്തിനായി ദാഹിച്ച് മനുഷ്യർ മുന്നേറുന്നു. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവർ അറിയുന്നില്ല. പുതിയ പുതിയ വേദഞെരുക്കങ്ങളാൽ തിരുസഭ വീഴാറായിരിക്കുന്നു. നമ്മൾ അറിയണം, നമ്മൾ ഇതേക്കുറിച്ചൊക്കെ കുറേ പറഞ്ഞു. അമ്മ പറഞ്ഞു തന്നിട്ട് തന്നെയാണ് നമ്മൾ അതേക്കുറിച്ചൊക്കെ ധ്യാനിച്ച്. എന്നിട്ടും അമ്മ പറയാ, മക്കളെ, തിരുസഭ പുതിയ വേദഞെരുക്കങ്ങളാൽ വീഴാറായിരിക്കുന്നു. പല പല ചിന്താഗതിക്കാരും മലീമസമായ ബുദ്ധിജീവികളുടെ മലീമസമായ ചിന്തകളാൽ സത്യവിശ്വാസത്തിന് എതിരായിട്ടും ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള മൗലികമായ കാര്യങ്ങൾക്ക് എതിരായിട്ടും നന്മയ്ക്കെതിരെ തിന്മ വരുത്തിക്കൊണ്ട്, നന്മ രൂപേണ വരുത്തിക്കൊണ്ട് സഭയെ വലിച്ചിഴയ്ക്കുമ്പോൾ, സഭയിലുള്ള നന്മകളെ ചോദ്യം ചെയ്യുമ്പോൾ വേദഞെരുക്കങ്ങളാൽ സഭ പീഡിപ്പിക്കപ്പെടുകയാണ്. എൻ്റെ തിരുക്കുമാരൻ്റെ ജീവിത സ്മരണയും അവൻ്റെ തിരുശരീരവും തിരുരക്തവും വിവാദ വിഷയങ്ങളാകുന്നു. എന്തൊക്കെ കാര്യങ്ങളല്ലേ ഈ ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സഭയും സഭയുടെ വിശ്വാസവും വിശ്വാസ സംഹിതകളെയും സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ ഹൈറാർക്കിയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന കാര്യങ്ങൾ, അതിനെ എതിർക്കുന്നവർ, അതിനോട് പറ്റം ചേരുന്ന ഒരു വിഭാഗം, അതിനെ എതിർത്ത് ജീവിക്കാൻ മക്കളെ പ്രേരിപ്പിക്കുന്നവർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സഭയിലും നടക്കുന്നുണ്ട്. അമ്മ പറയാ, സഭയുടെ മക്കളാൽ
പീഡിപ്പിക്കപ്പെട്ടും വിവാദ വിഷയങ്ങൾ ഉയർത്തിയും സഭാ തനയർ തന്നെ ഭിന്നിക്കുന്നു, ചിതറിക്കപ്പെടുന്നു. ഇതെല്ലാം കണ്ട് സാത്താൻ ആർത്ത് അട്ടഹസിക്കുന്നു. ഈ അവസ്ഥകൾ ആവർത്തിച്ച് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾക്ക് എന്തേ ഒന്നും മനസ്സിലാകുന്നില്ല? ഇത് പല പ്രാവശ്യം പരിശുദ്ധ അമ്മ ഈ കേരള മണ്ണിൽ വന്ന് പറഞ്ഞു. ഇതിനു മുൻപും പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അമ്മ പറഞ്ഞിട്ട് മക്കൾക്ക് എന്തേ മക്കളെ ഒന്നും മനസ്സിലാകാത്തത്? വീണ്ടും അമ്മ ചോദിക്കുന്നു, നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന എൻ്റെ തിരുക്കുമാരന് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പാനപാത്രത്തിൻ്റെ രുചി വിഷം പോലെ കയ്പുള്ളതാണ്. ഞാനും എൻ്റെ മകനും ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന് കരയുകയാണ് മക്കളെ. സഭയിലൂടെ ലഭിക്കുന്ന സഹനങ്ങൾ, സഭ വിഭജിക്കപ്പെടുമ്പോഴും സഭ വീഴാറാകുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ സഭയിലെ മക്കൾ തമ്മിലുള്ള ഭിന്നത കാരണം അധികാരത്തിലുള്ള ഇരിക്കുന്നവരും, സഭ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ തന്നെയാണല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമക്കേടുകളൊക്കെ കണ്ടിട്ട് പരിശുദ്ധമ്മയും ഈശോയും കരയാണ്. നമ്മൾ സ്നേഹത്തിൻ്റെ പാനപാത്രം, നമ്മുടെ ജീവിതം തന്നെ സ്നേഹത്തിൻ്റെ പാനപാത്രമായി തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കേണ്ടതിന് പകരം വിഷത്തേക്കാൾ കയ്പുള്ള പാനീയമാണ് നമ്മുടെ ജീവിതം വഴി ദൈവത്തിന് നമുക്ക് സമർപ്പിക്കുന്നത് എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. മക്കളെ, ഉപമകളിലൂടെയും കടങ്കഥകളിലൂടെയും അല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഉദാഹരണങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും കഥകൾ പറഞ്ഞ് മക്കളോട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന രണ്ട് ഹൃദയങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മ തന്ന ആഹ്വാനങ്ങൾ, സന്ദേശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇഷ്ടങ്ങൾ അമ്മ അങ്ങ് വിളിച്ചു പറയുന്നതല്ല, അത് യേശുവിൻ്റെ ഇഷ്ടം കൂടെയാണ്. രണ്ട് ഹൃദയങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹൃദയങ്ങളെ മനസ്സിലാക്കാൻ ഹൃദയങ്ങൾക്കേ പറ്റൂ. നല്ല ഹൃദയമുള്ളവർക്ക് നല്ല ഹൃദയങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ. പരിശുദ്ധ അമ്മ പറയുന്നു, വിമല ഹൃദയവും തിരുഹൃദയവും നിങ്ങളോട് സംസാരിക്കുന്നു. കടങ്കഥകളിലൂടെയല്ല, ഉപമകളിലൂടെയല്ല, സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന രണ്ട് ഹൃദയങ്ങൾ, വിമല ഹൃദയവും തിരുഹൃദയവും നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനിയെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ നവീകരിക്കപ്പെടാൻ പോകുന്നു. ദൈവനീതിയുടെ വെളിച്ചത്തിൽ, അഗ്നിയുടെ പ്രകാശത്തിലും ചൂടിലും ഭൂമിയിലുള്ള ഓരോ വ്യക്തിയും സ്വയം അവനവൻ്റെ സ്ഥിതി ഏതവസ്ഥയിലാണെന്ന് ആന്തരികമായി തിരിച്ചറിയും. അങ്ങനെ ഒരു അവസ്ഥ, ശുദ്ധീകരണത്തിൻ്റെ ഒരവസ്ഥ വരാൻ പോകുന്നു. നമുക്കതിങ്ങനെ ഏറ്റെടുക്കാം. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളും നന്മകളുമുണ്ട്, കഷ്ടങ്ങളുണ്ട്. കഷ്ടതകളിലും നന്മകളുണ്ട്. മഹാമാരി പോലെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പേമാരിയുടെ കാലഘട്ടമാണ്. മഴ പലയിടത്തും ദുരന്തങ്ങൾ വിതച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പ്രകൃതി അടയാളമായി മാറുന്നു. നമ്മൾ എന്തേ ഇതൊന്നും മനസ്സിലാക്കാത്തത്? ഏറെ താമസിയാതെ അഗ്നി കൊണ്ട് നിങ്ങൾ നവീകരിക്കപ്പെടാൻ പോകുന്നു. എന്താണ് ആ അഗ്നി? ആ അഗ്നി എന്താണ് എന്ന് നമുക്കറിയണമെങ്കിൽ പരിശുദ്ധാത്മ അഗ്നി എന്നിലും നിങ്ങളിലും ലോകം മുഴുവനിലും വേണം. അത് കരുണയുടെ അഗ്നിയാകട്ടെ. കരുണയുടെ അഗ്നിയാൽ ലോകം നവീകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലാതെ നമ്മളെ ചുട്ടുചാമ്പലാക്കുന്ന അഗ്നിയാണെങ്കിൽ നമുക്ക് നശിക്കാനേ പറ്റൂ. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയിൽ നമ്മൾ നശിക്കുമോ? നമ്മുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയിൽ നമ്മൾ നവീകരിക്കപ്പെട്ട് ജീവിക്കുമോ എന്നുള്ളത് തിരിച്ചറിവോടെ ചിന്തിക്കേണ്ട സമയമാണിത്. പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്, അഗ്നി കൊണ്ട് നിങ്ങൾ നവീകരിക്കപ്പെടാൻ പോകുന്നു. അത് പരിശുദ്ധാത്മാഗ്നി ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ? ദൈവനീതിയുടെ വെളിച്ചം, ആ വെളിച്ചത്തില് അഗ്നിയുടെ പ്രകാശത്തിലും ചൂടിലും ഭൂമിയിലുള്ള ഓരോ വ്യക്തിയും സ്വയം അവനവന്റെ സ്ഥിതി. അപ്പോൾ ഈ അഗ്നിയുടെ വെളിച്ചത്തില് അത് നീതിയുടെ അഗ്നിയാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ്. ഒരുവൻ മരിക്കുമ്പോൾ തനത് വിധി നടക്കുന്ന സമയത്ത് ഈ അഗ്നിയുടെ വെളിച്ചം നമുക്ക് കിട്ടും. അഗ്നിയുടെ വെളിച്ചത്തിൽ എൻ്റെ ആത്മാവ് ഏതവസ്ഥയിലാണെന്ന് ചിന്തിക്കാൻ ഒരുവന് സാധിക്കും. എന്നാൽ അങ്ങനെ സാധിക്കുന്ന അവസ്ഥയിൽ പോലും അതിനോട്
വിപരീതമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന മക്കളും ഉണ്ട്. എന്നാൽ ആ സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് ഭൂമിയിലുള്ള ഓരോ വ്യക്തിയും അവനവൻ്റെ സ്ഥിതി ഏതവസ്ഥയിലാണെന്ന് ആന്തരികമായി തിരിച്ചറിയും. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും നേരിടേണ്ട ഒരു വസ്തുതയാണത്. അതുകൊണ്ട് ഇമ്പകരമായി ക്ലാസ്സുകൾ കേട്ടിരിക്കാതെ, എന്തോ വലിയൊരു സംഭവം പറയാൻ വന്നു എന്ന് മാത്രം ചിന്തിച്ചാതിരിക്കാതെ, ഇത് വലിയ സംഭവം തന്നെയാണ്. ഇത്രയും വലിയ സംഭവം പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടില്ലെങ്കിൽ, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ പരിഗണിക്കാത്ത ദൈവത്തിൻ്റെ തിരുമുൻപിൽ ജ്ഞാനത്തിൻ്റെയും കൃപയുടെയും സുവിശേഷ ഭാഗ്യങ്ങളും തുറവിയും ഉൾപ്പൊരുളും ദൈവം തുറന്നു തന്നിട്ട് അത് അജ്ഞതയുടെ കാലഘട്ടമായി പരിഗണിക്കണമേ എന്ന് പറയാൻ നമുക്കാവുമോ? ഇല്ലല്ലോ. നമ്മുടെ മുൻപിൽ വെളിച്ചം ദൈവം തന്നിട്ടുണ്ട്. ഇരുട്ടുണ്ട്, വെളിച്ചമുണ്ട്. ഇരുട്ടിനെ അവഗണിച്ചുകൊണ്ട് വെളിച്ചത്തെ സ്വീകരിച്ചുകൊണ്ട് മരണവും ജീവനും വെച്ചിട്ടുണ്ട്. മരണത്തിലേക്ക് നയിക്കുന്നതിനെ തിരസ്കരിച്ചുകൊണ്ട് ജീവനിലേക്ക് നയിക്കുന്ന ദൈവിക ആഹ്വാനങ്ങളെയും ദൈവിക ക്രമീകരണങ്ങളെയും ജീവിതത്തിൽ സ്വീകരിച്ച് അതിനോടൊരു പ്രതിപത്തി പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. തൻ്റെ മക്കൾ നശിക്കാതിരിക്കുന്നതിനും സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാനുമായി നിങ്ങളുടെ നന്മയെ പ്രതി അവിടുന്ന് ഇപ്രകാരം പ്രവർത്തിക്കും. എന്തിനാ? സ്വയം ഓരോരുത്തരും ദൈവനീതിയുടെ വെളിച്ചത്തിൽ അവനവൻ്റെ സ്ഥിതി മനസ്സിലാക്കാൻ ദൈവം ഒരവസ്ഥ, ഒരു സാഹചര്യം ഒരുക്കുന്നേ സ്നേഹം കൊണ്ട്. മക്കൾ നശിക്കാതിരിക്കാൻ, സ്വർഗം നമുക്ക് തരാൻ, സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ നിങ്ങളുടെ നന്മയെ പ്രതിയാണ് കർത്താവ് അങ്ങനെ ഒരു അവസരം ഒരുക്കുന്നത്. അതിനാൽ മക്കളെ ഭയപ്പെടാതെ പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സുഹൃതങ്ങളാൽ നിറഞ്ഞ് മനസ്താപത്തോടെ മുന്നേറുക. സ്വർഗസ്ഥനായ പിതാവ് കരുതി വച്ചിരിക്കുന്ന അഗ്നിയെക്കുറിച്ച് ബോധപൂർവം ചിന്തിക്കുക. മക്കളെ, പല ദർശനങ്ങളിലൂടെയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം സംഭവ്യമായി കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഈ തിരുസന്ദേശം 1999 ഡിസംബർ 8 തന്നിട്ടുള്ളതാണ്. അമ്മ പറയുക, പല ദർശനങ്ങളിലൂടെയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ തന്നത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, തിരുസഭ വരണ്ടുണങ്ങുന്നു, ചീഞ്ഞ മരം പോലെ തകർന്ന് വീഴാറായിരിക്കുന്നു. വീണിട്ടില്ല, വീഴ്ത്താതിരിക്കാൻ അമ്മ വന്നിരിക്കുക. അമ്മ പറയുക, മക്കളെ, തിരുസഭ ചീഞ്ഞ മരം പോലെ തകർന്ന് വീഴാറായിരിക്കുന്നു, വീണിട്ടില്ല. സമയമുണ്ട് താങ്ങി നിർത്താൻ. ആ താങ്ങലിന് ഞാനും നിങ്ങളും സന്നദ്ധരാകണം. സഭ ഉണരണം. സഭയിലൂടെ ക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ടും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ തുറക്കപ്പെട്ടേ മതിയാകൂ. ഇനി അടച്ചുപൂട്ടിയിരുന്നിട്ട് കാര്യമില്ല. സ്ഥാനങ്ങളിലും സ്ഥാനമാനങ്ങളിലുമല്ല, തിരുസഭ എളിമയോടെ ലോകമക്കളിലേക്ക് സഭയുടെ മൗലിക സത്യങ്ങളുടെ രക്ഷിതാവായ സ്ഥാപകനായ യേശു ക്രിസ്തുവിലേക്കുള്ള ചാനലുകൾ തുറക്കാനായിട്ട് ഇനിയും ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണം. ഇതുപോലെയുള്ള ചാനലുകൾ, ഷെക്കേന, ഗുഡ്നസ്, ശാലോം പോലെയുള്ള ചാനലുകൾ ഉണ്ടാകണം. മനുഷ്യ ജീവിതം അതിനുള്ള ചാനലായിട്ട് മാറണം. ഇന്ന് മതമൗലികവാദികളും മറ്റു ഗ്രൂപ്പുകളുമൊക്കെ എന്തൊക്കെ പ്രകടനങ്ങളും പ്രഹസനങ്ങളും പഠനങ്ങളും ലോകത്തിൻ്റെ മേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യമാണെന്ന വ്യാജേന തിന്മയെ പ്രചരിപ്പിക്കുന്ന എത്ര ഗ്രൂപ്പുകളാ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന എത്രയോ മക്കളെ തീക്ഷ്ണതയോടുകൂടെ അവരുടെ തീവ്രവാദത്തെ മോടി പിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ ശ്രമിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പോരാ. സഭ ഉണർന്നേ മതിയാകൂ. സഭ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സഭാ സംവിധാനത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. സഭ എളിമയിലേക്ക് വരണം. സഭയുടെ സംവിധാനങ്ങൾ കൃപയുടെ സുവിശേഷ ഘടകങ്ങളായിട്ട് മാറണം. നമുക്ക് കെട്ടിപ്പടുക്കുവാനുള്ള സംവിധാനങ്ങൾ സ്വർഗത്തിലാണ്.
നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഇരിപ്പിടമുണ്ടല്ലോ. ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനാ പല സ്ഥാനമാനങ്ങൾക്കും വേണ്ടി വഴക്കിട്ട് പലതിനെയും ചൂണ്ടിക്കാണിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ വലിച്ചിഴച്ചു കൊടുത്തിട്ട് സഭാ സംവിധാനങ്ങൾ സമാധാനത്തോടെ കഴിയുന്നു എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സഭ വീഴാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അതിന് കാരണക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഉണരണം, സഭ ഉണരണം, സഭയുടെ ക്രമങ്ങൾ ഉണരണം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സഭ വരണ്ടുണങ്ങുന്നു, ചീഞ്ഞ മരം പോലെ തകർന്ന് വീഴാറായിരിക്കുന്നു. അൾത്താരകളും പള്ളികളും കവർച്ച ചെയ്യപ്പെടുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞാനും നിങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും അൾത്താരകൾക്കും പള്ളികൾക്കും കാവലായി നിൽക്കേണ്ടതല്ലേ? വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയങ്ങളിൽ പോയി വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ആ ദേവാലയത്തെയോ അൾത്താരയെയോ സക്രാരിയിൽ വസിക്കുന്ന കർത്താവിനെയോ ഒന്നും ഓർക്കാതെ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രഖ്യാപന നടത്തം കൊണ്ട്, യാത്ര കൊണ്ട്, ബലിയർപ്പണം കൊണ്ട് എന്ത് പ്രയോജനം? ആ പള്ളിയിൽ നിന്ന് അർപ്പിക്കുന്ന ബലിയിൽ നിന്ന്, ആ അൾത്താരയിൽ നിന്ന്, ദിവ്യ സക്രാരിയിലിരിക്കുന്ന യേശുവാകുന്ന ജീവനുള്ള ദൈവത്തിൽ നിന്ന് നമ്മൾ നന്മ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആ നന്മയുടെ വഴിയിലൂടെ നാം ജീവിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കവർച്ചകളെ തടയാൻ നമുക്ക് പറ്റും. സാത്താൻ അതിനുള്ള ധൈര്യം ഉണ്ടാകില്ല. വൈദികരെയും സന്യാസിനികളെയും അവരുടെ സമർപ്പണ ജീവിതത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിൽ സാത്താൻ വിജയിക്കുന്നു. ഇത് പറയുമ്പോഴും എൻ്റെ സങ്കടം ഞാൻ ഉണർത്തിക്കാട്ടോ. എത്ര സന്യസ്തരാണ് ഈ വിളി ഉപേക്ഷിച്ച് പോയാലോ? ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? വീട്ടിലെ സങ്കടം. അമ്മയെ നോക്കാൻ, അപ്പനെ നോക്കാൻ ആളില്ല, കൂടപ്പിറപ്പുകൾ നോക്കുന്നില്ല. ചിലരുടെ വീടുകളിൽ മദ്യപാനികളാണ് കൂടപ്പിറപ്പുകള്. അമ്മയ്ക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ട സന്യാസിനി, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് നീ ഓർക്കുക. നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തോട് ചേർന്ന് നീ ജീവിച്ചാൽ നിന്റെ കാര്യങ്ങൾ നോക്കാൻ അവന് കഴിയില്ലേ? കർത്താവിന് കഴിയില്ലേ? നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, നീ ദൈവത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ, ഈ അൾത്താരയിലും ഈ പള്ളിയിലും മാത്രം ഒതുങ്ങിക്കൂടിയ ജീവിതമാകണം എന്നാണ് റാണി പറയുന്നതെന്ന് ചോദിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ, നിന്റെ ശരീരമാകുന്ന അൾത്താരയിൽ ആർക്കും കവർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു ദേവാലയമാണ് നിന്റെ ശരീരം. ആ ശരീരത്തിൽ, നിന്റെ ജീവിതമാകുന്ന ഹൃദയ ബലിപീഠത്തിൽ നീ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു ഹോമയാഗമായി തീരുന്ന കുഞ്ഞാടാണെങ്കിൽ, ഒരു സമർപ്പിതയാണെങ്കിൽ, നിന്റെ കർത്താവ് നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കും. നിന്റെ സമർപ്പണത്തിന്റെ മൂല്യം വലുതാക്കണം. സമർപ്പിതരുടെ കുറവിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സമർപ്പണത്തിന്റെ വിളി കിട്ടിയവരുടെ ക്വാളിറ്റി കൂട്ടാൻ നോക്ക്. അപ്പോൾ പല അൾത്താരകളിലും വസിക്കുന്ന ദൈവം, പല സക്രാരികളിലും വസിക്കുന്ന ദൈവം അവിടുത്തെ ജീവിത ബലി നിന്റെ ബലിയോട് ചേർക്കും. നിന്റെ ബലി അവിടുത്തെ ബലിയോട് ചേർക്കപ്പെടും. അപ്പോൾ സാത്താന്റെ ഈ പിന്തിരിപ്പൻ ചിന്തയിൽ നിന്ന് രക്ഷ കിട്ടും. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, സമർപ്പിതരെ, നിങ്ങൾ ആശ്വസിക്കേ, സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ടെന്നേ. ഇതൊക്കെ ഒരു പരീക്ഷണ. ഈ പരീക്ഷണം കണ്ടിട്ട് അമൂല്യ വിളി സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളുടെ വിളിയെ തകർത്ത് കളയരുത്. അത് അമൂല്യമാണ്. അശുദ്ധ പാപങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. രക്തപ്പുഴകളുടെ വേഗത കൂടുന്നു. ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്നു. യേശുവിനെ പ്രസംഗിക്കുന്നവരും പ്രഘോഷിക്കുന്നവരും പരിഹാസരാകുന്നു. നമുക്കറിയാലേ, ലളിതമായി അമ്മ പറഞ്ഞിരിക്കുന്നേ, കർത്താവിനെ പ്രഘോഷിക്കുന്നവരെ പ്രസംഗിക്കുന്നവരെ പരിഹസിക്കുന്നു, പരിഹാസപാത്രമായി തീരുന്നു. സാരമില്ലെന്നേ, നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താ? അത് വിലയുള്ള ലക്ഷ്യമല്ലേ? ഈ പരിഹസിക്കുന്നവർക്ക് അറിയില്ലല്ലോ അത് എന്താണെന്ന്. കർത്താവിനെയും പരിഹസിച്ചവരല്ലേ? സാരമില്ല, ഏറ്റവും കൂടെ നിൽക്കുന്നവരായിരിക്കും പിന്നീട് നമുക്ക് എതിരായിട്ടും തീരുക. വിഷമിക്കേണ്ട, അനുഭവത്തിൽ എന്ന് പറയാ, തിരിച്ചു വരും ഒരു നാൾ. ദൈവ കരുണയുടെ തിരുമുൻപിൽ സ്വയം തിരിച്ചറിവിൻ്റെ ഒരു സമയം ദൈവം തരുമല്ലോ. അപ്പോഴെങ്കിലും തിരിച്ചു വരും. നമ്മളും അവരും സ്വർഗത്തിലെത്താൻ അത് കാരണമാകട്ടെ. കണ്ണീരോടെ ഈ അമ്മ ചോദിക്കുന്നു,
ഈ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു? കരഞ്ഞുകൊണ്ടാ അമ്മ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് റാണി എന്താ ഇങ്ങനെ പറയുന്നേന്ന്. അമ്മയുടെ കണ്ണീരാണ് എന്നെ ബലപ്പെടുത്തുന്നത് ഇത് പറയാനായിട്ട്. സ്വയമേ വലിയ ആരോഗ്യവതിയൊന്നുമല്ല ഞാൻ. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഈശോ എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നത്, ആരോഗ്യം ഇപ്പോൾ തന്നിരിക്കുന്നത് എന്ന് ഞാൻ ഏറ്റുപറയുക. കാരണം പലപ്പോഴും ഒന്ന് സ്വയം ശ്വസിക്കാൻ സാധിക്കാതെ, രണ്ട് കാല് നിവർത്തിയൊന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഈശോ തന്ന സമ്മാനം, സഹന സമ്മാനം സ്വീകരിച്ച് കഴിയുന്ന ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ മിക്കവാറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്തൊക്കെ ദൈവം തന്നിരിക്കുന്ന ഈ സ്വരമുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ സ്വരമാ. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ സ്വരത്തിൽ സംസാരിക്കാൻ എൻ്റെ ആയുസ്സിൽ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാനിത് ഏറ്റുപറയുമ്പോൾ ഞാൻ എന്നെ ഒരു രോഗിയാക്കിയോ എളിമയുള്ളവളാക്കിയോ വിശുദ്ധയാക്കിയോ ഒന്നും ആരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയല്ല. എൻ്റെ അവസ്ഥ സത്യമാണെന്ന് അറിയാവുന്നവരുള്ളത് കൊണ്ടും ഞാൻ പറയാം, എൻ്റെ കർത്താവിനറിയാം. ആ സമയത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് സംസാരിക്കുന്നത് എന്നൊരു മകൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അമ്മയ്ക്ക് വേണ്ടി, പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി, യേശുവിന് വേണ്ടി കരഞ്ഞു പറയാൻ, ആക്രോശിച്ചു പറയാൻ, പ്രവചിച്ചു പറയാൻ യോഗ്യതയില്ലെങ്കിലും ഞാൻ സന്നദ്ധയാകുകയാണ്. അമ്മ ചോദിക്കുന്നു, ഈ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ തലമുറയിലുള്ള മക്കൾ ചിന്തിക്കേണ്ടതാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെ എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ വിജനമായതും അർഹിക്കാത്തതുമായ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് നടക്കുന്നത് എന്നല്ല അമ്മ ചോദിച്ചത്, പായുക എന്ന് പറഞ്ഞാൽ ഓടുന്നത്. എന്തുകൊണ്ടാണ് വിജനമായത്, ജനവാസമില്ലാത്തത്, ദൈവികമായ സംവിധാനങ്ങൾ അല്ലാതെ വിജനമായി കിടക്കുന്നിടത്തേക്ക്? അതായത് ജനതാമസം ഇല്ലാത്തത് എന്നല്ല ഇവിടെ ആത്മീയ അർത്ഥം. വിജനമായതും അർഹിക്കാത്തതുമായ മേച്ചിൽ സ്ഥലം. വിജനമായ മേച്ചിൽ സ്ഥലമുണ്ടോ? ഉണ്ട്. സാത്താൻ ഒരുക്കുന്നത് അത്. ഈശോയുടെ മക്കൾക്ക് അർഹിക്കുന്നതാണോ അത്? അല്ല. അതുകൊണ്ട് പറയുവാണ്, ഇടയനില്ലാത്ത ആടുകളെ പോലെ വിജനമായതും അർഹിക്കാത്തതുമായ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് ലോകമക്കൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കാനും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതൊന്നും നിഷേധിക്കാതിരിക്കുവാനുള്ള കൃപ ഒരു ദൈവ പൈതലിൽ ഉണ്ടെങ്കിൽ, സാത്താൻ ലോകം വെച്ച് നീട്ടുന്ന ക്ഷണിക സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും ക്ഷണിക വെളിച്ചത്തിൻ്റെയും മുൻപിലേക്ക് എന്തോ വലുത് കിട്ടും എന്ന വ്യാജേന ഓടിക്കൊണ്ടിരിക്കല്ലേ? ദൈവം തന്നിരിക്കുന്ന ഈ ലോകത്തിലെ സംവിധാനങ്ങളെ ദൈവിക ഭയത്തോടും ദൈവിക കരുതലോടും ദൈവനീതിയോടും കൂടെ മാത്രം കാണണമേ. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇന്ന് നിന്റെ വിരൽ തുമ്പിൽ ലോകമുണ്ട്. നീ കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണ് എന്നൊന്ന് ഓർക്കണമേ. നീ ഒന്ന് വിരൽ കൊണ്ട് ഒന്ന് പായിച്ചാൽ ലോകവിശേഷം മുഴുവൻ നിന്റെ കൺമുൻപിലുണ്ട് എന്ന് കരുതിയിട്ട് ദൈവമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ഒരു കാര്യത്തിലേക്ക് നീ നിന്റെ ജീവിതത്തെ സമർപ്പിക്കരുത്. അത് നിന്റെ ജീവനെയാണ് നശിപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ ഗെയിമുകള്, ഓൺലൈനിലൂടെയുള്ള ഗെയിമുകള് മനുഷ്യരെ എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നത്? ശാസ്ത്രം എത്രയും വലുതായി, എത്ര വളർന്നു എന്ന് ചിന്തിക്കുമ്പോഴും പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, അത് പഠനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിയുടെ ആദ്യ ചുവട് പോലും എത്തിയിട്ടില്ല എന്ന്. ദൈവത്തെ കണ്ടെത്താൻ ശാസ്ത്രത്തിന് പറ്റുമോ? ദൈവിക ശാസ്ത്രങ്ങളും ലോകശാസ്ത്രങ്ങളും എല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ടൊരു വല്ലാത്തൊരു പരുവത്തിലല്ലേ ഇന്ന് ലോകം നമുക്ക് നീട്ടിത്തരുന്നത്. ഒരു ശാസ്ത്രത്തിനെയും കുറ്റപ്പെടുത്തുകയല്ല. ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവിക നിയമ സംഹിത സ്നേഹമാണെന്ന് മനുഷ്യനെ പഠിപ്പിച്ച ദൈവസ്നേഹത്തിന് എതിരായിട്ടുള്ള എല്ലാ കാണിച്ചുകൂട്ടലുകളും, എല്ലാ ബുദ്ധി എന്ന് പറഞ്ഞ് വികസിപ്പിച്ചെടുക്കുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചറിവോടെ കാണണം. നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ആവശ്യം അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന
നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും എല്ലാ ക്രമീകരണങ്ങളെയും ദൈവിക കാഴ്ചപ്പാടുകളോടെ കാണാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മ പറയുന്നു, എന്തിനാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദ്രോഹിക്കുന്നത്? ഇതുവഴി നമ്മൾ ചെയ്യുന്നത് വിജനമായത്, അർഹിക്കാത്തത്, ദൈവം അനുവദിക്കാത്തത് എന്ന് തിരിച്ചറിവുണ്ടായിട്ടും അതിന് പിന്നാലെ നമ്മൾ പായുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? പരിശുദ്ധാത്മാവിനെ ദ്രോഹിക്കുകയാണ്. ഈശോ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന് എതിരെ പാപം ചെയ്യുന്നവൻ, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കുകയില്ല എന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ആ കൃപയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്കും ഇങ്ങനെ അർഹിക്കാത്തതിൻ്റെ പുറകെ പോകാൻ സാധിക്കുകയില്ല. അരുത് മക്കളെ, ഈ അഹങ്കാര അവസ്ഥ ഇനിയും തുടരരുത്. എളിമയിൽ വളരൂ, പാപസങ്കീർത്തനത്തിനണയൂ. എളിമയുണ്ടെങ്കിലേ പാപസങ്കീർത്തനത്തിനണയാൻ നമുക്ക് സാധിക്കൂ. എളിമയുണ്ടെങ്കിൽ എളിമയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം നൽകും. മോളെ, മോനെ, നീ ചെയ്യുന്നത് തെറ്റാണ്. ആ വഴിയിൽ നിന്ന് തിരിഞ്ഞു നടന്ന് നീ ചെയ്ത തെറ്റുകൾ പാപസങ്കീർത്തനം കുമ്പസാരത്തിൽ ഈശോയോട് ഏറ്റു പറഞ്ഞിട്ട് എളിമയോട് ജീവിക്കൂ. പരിശുദ്ധ കുർബാനയും ജപമാലയുമാണ് നിങ്ങൾക്ക് അവശേഷിക്കുന്ന രക്ഷയുടെ ആയുധങ്ങൾ. അവയെ സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക, തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൻ്റെ ശ്വാസവും ഭക്ഷണവും പ്രാർത്ഥനയാകട്ടെ. നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത് പോലെ ഓക്സിജൻ്റെ ശ്വസനം നിന്നാൽ നമ്മുടെ ജീവൻ പോയി അല്ലേ? നമുക്ക് നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ പറ്റില്ല. സൂര്യൻ മറഞ്ഞു പോയാൽ ലോകത്തെ ജീവൻ നിലയ്ക്കുമെന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നീതിസൂര്യനായ കർത്താവ് നമ്മിൽ നിന്ന് അണഞ്ഞു പോയാൽ, നമ്മൾ അണച്ചു കളഞ്ഞാൽ നമ്മുടെ ജീവിതവും കഴിഞ്ഞില്ലേ? പരിശുദ്ധ അമ്മ പറയാം, പാപസങ്കീർത്തനത്തിനണഞ്ഞ് പരിശുദ്ധ കുർബാനയും ജപമാല പ്രാർത്ഥനയുമാകുന്ന ആയുധങ്ങളേന്തി അത് സ്വീകരിച്ച് പ്രാർത്ഥിക്ക്, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്ക്. തീക്ഷ്ണത എന്ന് പറയുമ്പോൾ വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുക, കുഞ്ഞേ, നിന്റെ ആത്മാവിൻ്റെ ശ്വാസവും ഭക്ഷണവും നിന്റെ പ്രാർത്ഥനയായിരിക്കണം. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് നിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം സിറിൽ എടമനച്ചൻ സംസാരിച്ചത് നമ്മൾ കേട്ടില്ലേ? നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. നിന്റെ കർത്താവിൻ്റെ തിരുമുൻപിൽ നീ എളിമയുള്ളവളായിരിക്കുമ്പോൾ, നിന്റെ അർത്ഥനകളെല്ലാം വിശുദ്ധിയോടെ നീ സമർപ്പിക്കുമ്പോൾ, ദൈവം നിനക്ക് തരാത്ത, നിനക്ക് അർഹതയില്ലാത്ത വിജനമായ തിന്മയുടെ ഇടങ്ങളിൽ നിന്ന് തിരിച്ചു നടന്ന് നീ ദൈവത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുന്ന മകനും മകളുമായിട്ട് മാറുക. നിന്നെ കൈവിടാൻ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതം പ്രാർത്ഥനയാണെങ്കിൽ, പ്രാർത്ഥന നിന്റെ ജീവിതമാണെങ്കിൽ, നിന്നെ കൈവിടാൻ നിന്റെ ഈശോയ്ക്ക് പറ്റില്ല കുഞ്ഞേ, ഒരിക്കലും പറ്റില്ല. പരിശുദ്ധ അമ്മ നിന്നെ താങ്ങിപ്പിടിക്കും. അതുകൊണ്ട് ആശ്വസിക്കുക, സമാധാനിക്കുക. ഇനിയുള്ള നിന്റെ ജീവിതം കർത്താവിനായി, കർത്താവിനോടൊപ്പമായിരിക്കട്ടെ. ആരാധനയിൽ പ്രത്യേകമായിട്ട് നമുക്കതിനായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഹല്ലേലൂയ. ആരാധനയ്ക്കായിട്ട് നമുക്ക് സാധിക്കുന്നവരെ മുട്ടുകൂത്താം. ഈശോയുടെ സന്നദ്ധിയിൽ കർത്താവേ, ഈ ആരാധനയുടെ മണിക്കൂറുകൾ സ്വർഗീയമായ അഭിഷേകത്തിൻ്റെ മണിക്കൂറുകളാക്കി മാറ്റണമേ. മുട്ടുകൂത്താൻ സാധിക്കുന്നവർ മുട്ടുകൂത്തി നിന്നുകൊണ്ട് ഈശോയെ നമുക്ക് സ്വാഗതം ചെയ്യാം. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരനെങ്ങും വിളങ്ങും മഹേശൻ, ഉന്നത ദൈവം, നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മിശിഹ. പരിശുദ്ധൻ മഹോന്നത ദൈവം,
പരനെങ്ങും വിളങ്ങും മഹേശൻ, ഉന്നത ദൈവം നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹവുമായി കടന്നു വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. കരങ്ങൾ വീശിക്കൊണ്ട് സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് ദൈവജനമേ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഓ ദിവ്യകാരുണ്യ നാഥനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപത്തിന്റെ സകല കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ലോക ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ ലോകത്തെ സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് ശിരസ് കുനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ട് നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറുകളിൽ നമ്മൾ കേൾക്കുകയായിരുന്നു, അവിശ്വസ്തത ദൈവത്തിൽ നിന്ന്, ദൈവിക കൃപകളിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റുമെന്ന്. അനേക മക്കള് അവിശ്വസ്തതയുടെ മേഖലയിലൂടെ സ്വർഗത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ബന്ധത്തിലെ അവിശ്വസ്തത, ഭർത്താവ് അറിയാത്ത ബന്ധങ്ങൾ ഭാര്യയ്ക്ക്, ഭാര്യ അറിയാത്ത ബന്ധങ്ങൾ ഭർത്താവിന്, ശിഥിലമായ കുടുംബങ്ങൾ, തകർന്നു പോയ കുടുംബജീവിതങ്ങൾ, ആ കുടുംബങ്ങൾ മുഴുവൻ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമുക്ക് ആ കുടുംബങ്ങളെയൊക്കെ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർ ഒന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇപ്പം ത്യാഗം സഹിച്ച് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഒത്തിരി യുവതി യുവാക്കൾ റാണി ചേച്ചി സന്ദേശത്തിലൂടെ പങ്കുവെച്ചത്, പരിശുദ്ധ അമ്മയുടെ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടില്ലേ? അനേക കുഞ്ഞുങ്ങൾ ഈ ഇൻ്റർനെറ്റിലൂടെ ഇത് മാതാപിതാക്കളെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന അവസ്ഥ. പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇത് പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുകയല്ല, ഈ ലോകത്തിൻ്റെ പിശാചിൻ്റെ ഗെയിമുകളിലൂടെയൊക്കെ സാത്താൻ്റെ തന്ത്രങ്ങളിലൂടെ വീണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മൊബൈൽ ഫോണിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ എത്ര ജീവിതങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇത് തകർന്നു പോയ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സമർപ്പിക്കാം. അവിടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ അടുത്തോട്ട് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞുങ്ങളുടെ ശിരസിലേക്ക് ഒന്ന് കൈവെക്ക്. ആ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുക. യുവതി യുവാക്കള് അവരെയൊക്കെ ഒന്ന് മാതാപിതാക്കളെ അടുത്തോട്ട് ചേർത്ത് നിർത്ത്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ ഓർക്കണം, സഭയിൽ ഒത്തിരിയേറെ അവിശ്വസ്തതയുടെ ബന്ധനങ്ങളിൽ സാത്താൻ അനേകർ തളച്ചിട്ടിരിക്കുക. ദൈവം വിളിച്ച് വേർതിരിച്ച അനേക അഭിഷിക്തര് പോലും അധികാരികളെ അനുസരിക്കാതെ ഈ അധികാര സ്ഥാനങ്ങൾ ദൈവം ഒരുക്കിയല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ബിസിനസ് മേഖലകളിൽ കള്ളത്തരം, വഞ്ചന, ചതി, ആ മേഖലകളൊക്കെ എത്ര ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. പണത്തിനു വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭക്ഷണ വസ്തുക്കളിൽ പോലും മായം കലർത്തി മനുഷ്യ അവിശ്വസ്തയുടെ മേഖലയാണ് പ്രിയപ്പെട്ടവരെ. അതൊക്കെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവേ,
ഇടപെടണമേ നമുക്ക് പറയാം. രണ്ട് കരങ്ങള് നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി കർത്താവെ സ്തുതിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. സാധിക്കുന്നവര് കരങ്ങളൊന്ന് വിടർത്തി പിടിക്കാം. കരങ്ങളൊന്ന് വിടർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ ഈ സമയത്ത് നമ്മുടെ സഭയുടെ അധികാരികളിൽ നിന്ന് സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ 16-ാം തീയതി മുതൽ നമ്മുടെ സഭയുടെ സിനഡ് നടക്കാൻ പോയി. ആ സിനഡിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനൈക്യത്തിൻ്റെ, ഭിന്നതയുടെ, ശത്രുതയുടെ സകല വേലിക്കെട്ടുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രൂപയിലൂടെ നയിക്കുവാൻ വേണ്ടി നമ്മുടെ സഭാപിതാക്കന്മാരെ സമർപ്പിക്കാം. നമ്മുടെ സഭാപിതാക്കന്മാരെ മുഴുവൻ ഈശോയുടെ സന്നദ്ധിയിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ വൈദികരെ സമർപ്പിക്കാം, സമർപ്പിതരെ സമർപ്പിക്കാം, അൽമായരായ ശുശ്രൂഷകരെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഒരു വലിയ അഭിഷേകം നീ ചൊരിയണമേ, ഒരു വലിയ കൃപയുടെ അഭിഷേകം ചൊരിയണമേ. നമുക്കൊന്ന് സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ. കരങ്ങളെ യാചനാപൂർവം തന്നെ പിടിച്ചുകൊണ്ട് ത്യാഗം സഹിച്ച് നമുക്ക് സഭയുടെ മേല് കർത്താവിന്റെ അഭിഷേകം കടന്നു വരാൻ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ പ്രിയപ്പെട്ടവരെ, സ്തുതിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇടപെടണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ. അത്ഭുതകരമായ ഇടപെടല്, അത്ഭുതകരമായ ഇടപെടല്. ഈശോയേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാമോ? കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം കൂടെ നമ്മുടെ തകർന്ന കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ. തകർന്ന കുടുംബങ്ങൾ, സാത്താൻ കയറി ഇതാ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ആ കുടുംബങ്ങളിലേക്ക് ഈ സമയം വ്യാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ട് അവൻ ജയിലിൽ കിടക്കുമ്പോൾ സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. സഭ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഒത്തിരി വൈദികര്, ഒത്തിരി സമർപ്പിതര്, ഒത്തിരിയേറെ മാതാപിതാക്കള്, ഒത്തിരിയേറെ കുഞ്ഞുങ്ങള്, അവരൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് സാത്താന്റെ ചങ്ങലകൾ പൊട്ടണം, സാത്താന്റെ കെട്ടുകൾ പൊട്ടണം. ഇന്ന് കുടുംബ ബന്ധങ്ങളിലുള്ള പൈശാചികമായ സകല കെട്ടുകളും പൊട്ടി ഇതാ വിശുദ്ധിയുടെ അതിശക്തമായ പരിമളം അവിടെ എല്ലാം വീശുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, നീ ഇടപെടണമേ. ഈ സമയത്ത് സ്വർഗത്തിന്റെ ശക്തമായ അഭിഷേകം, യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ, വ്യാപരിക്കട്ടെ കർത്താവേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇടപെടണമേ. കർത്താവേ, യേശുവിന്റെ നാമത്തില് ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തില് സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന അവിശ്വസ്തതയുടെ ചങ്ങലകൾ പൊട്ടിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് എല്ലാ ചങ്ങലകളും പൊട്ടിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ, അഭിഷേകം ഒഴുകട്ടെ. സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ രൂപി കുടുംബങ്ങളിൽ, യുവതി യുവാക്കളിൽ, കുഞ്ഞുമക്കളിൽ കടന്നു വരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ യേശുവിൻ നാമത്തിൽ. കരങ്ങളടിച്ച് സാത്താൻ കോട്ടകൾ തകരട്ടെ, സാത്താൻ ബന്ധിതനാകട്ടെ യേശുവിൻ നാമത്തിൽ. സാത്താൻ കോട്ടകൾ തകരട്ടെ, സാത്താൻ ബന്ധിതനാകട്ടെ യേശുവിൻ നാമത്തിൽ. ഉദ്യോഗസ്ഥരുടെയൊക്കെ മേഖലകളിലുള്ള എല്ലാ കള്ളക്കടത്തിന്റെ, കരിഞ്ചന്തയുടെ, അഴിമതിയുടെ, അന്യായത്തിന്റെ, അധർമ്മത്തിന്റെ ചങ്ങലകള് യേശുവേ നീ പൊട്ടിക്കണമേ കർത്താവേ, സ്വതന്ത്രരാക്കണമേ കർത്താവേ. ദൈവജനം സ്വതന്ത്രരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ഈ ഷെക്കേന മിനിസ്ട്രിയെ എന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, വരുന്ന 12 ദിവസങ്ങളിലെ ശുശ്രൂഷകളെ നീ ഏറ്റെടുക്കണമേ, നീ അഭിഷേകം ചെയ്യണമേ കർത്താവേ. വരുന്ന ദിവസങ്ങളില് കർത്താവേ, ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നവരെ നീ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഈ ശുശ്രൂഷ മേഖലയില് എല്ലാ കാര്യങ്ങളും നീ തന്നെ നടത്തുന്ന അനുഭവം നൽകണമേ. സ്വർഗത്തിന്റെ ദൂതന്മാരെ അയക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി. കരങ്ങൾ കൂട്ടിപ്പിടിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ സമയത്ത് ഫാത്തിമയില് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട 3 കുട്ടികൾക്ക് മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളിപ്പോൾ ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇന്ന് പാപത്തിൻ്റെ ബന്ധനത്തിൽ ജീവിക്കുന്ന, അവിശ്വസ്തതയുടെ കെട്ടുമായി ജീവിക്കുന്ന എല്ലാ വ്യക്തികളെയും നമ്മൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് നമുക്ക് ഈ പ്രാർത്ഥന സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്നുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ സകലരെയും സമർപ്പിക്കാം. ഒരാളെപ്പോലും കർത്താവ് ഉപേക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, ഒരാളെപ്പോലും കർത്താവ് മാറ്റി നിർത്തുന്നില്ല. സകല മക്കളെ ഒരു ചെറിയ അവിശ്വസ്തത കാണിച്ച മോശയെ കർത്താവ് മാറോട് ചേർത്ത് പിടിച്ച് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഒരാത്മാവിനെ പോലും കർത്താവ് മാറ്റി നിർത്തിയിട്ടില്ല. സകലരെയും ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആശീർവാദത്തിൻ്റെ മണിക്കൂറുകളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള, നമ്മുടെ ലോകത്തിലെ സകല കൂട്ടായ്മകളിലുള്ള സകല മനുഷ്യരെയും സമർപ്പിച്ച് കർത്താവെ അനുഗ്രഹിക്കണമേ, മാപ്പ് നൽകണമേ, മാപ്പ് നൽകണമേ. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ടൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. സ്വരമുയർത്തി വിളിക്കട്ടെ. ഈശോയുടെ നാമം വിളിക്കുക. രക്ഷയുടെ നാമം, സൗഖ്യം നൽകുന്ന നാമം, വിടുതൽ നൽകുന്ന നാമം, പാപം മോചിക്കുന്ന നാമം, ബന്ധനങ്ങളെ വിൽക്കുന്ന നാമം. സ്വരം ഉയർത്തി വിളിക്കട്ടെ. ഈശോയേ, 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 ഈശോ, ഈശോ, ഈശോയേ, കരുണ തോന്നുന്നു. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും
നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9456178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.